Glory be to God. ദൈവത്തിന് മഹത്വം. For our meditation, shall we turn to the book of Psalms 50 verse 5. 50-ാം സങ്കീർത്തനം 5-ാം വാക്യം തിരുവചന ധ്യാനത്തിനായി നമുക്കിപ്പോൾ വായിക്കാം. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. Gather my saints together unto me, those that have made a covenant with me by sacrifice. Praise be to God. കർത്താവിന് സ്തോത്രം. This is a familiar verse for Christians, nominal Christians, for Pentecostalists. Even among us, you would have heard so many messages on this subject. ഈ വാക്യം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ്. ക്രൈസ്തവരുടെയും പെന്തക്കോസ്തുകാരുടെയും ഇടയിൽ ഇത് വളരെ സുപരിചിതമാണ്. നാമും ഈ വാക്യത്തെ ആസ്പദമാക്കി അനേക സന്ദേശങ്ങൾ ശ്രവിച്ചിട്ടുണ്ട്. And we believe that this denotes the coming of the Lord also. ഇത് കർത്താവിന്റെ വരവിനെ സൂചിപ്പിക്കുന്നു എന്നും നാം വിശ്വസിക്കുന്നു. At the time of the coming, at his coming, we will hear this voice, gather unto me my saints who have made a covenant with me through sacrifice. കർത്താവിന്റെ വരവിൽ നാം ഈ ശബ്ദം കേൾക്കും, യാഗം കഴിച്ചെന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. We have so many beautiful songs in Malayalam and in other languages based on this topic. ഈ വിഷയത്തെ ആസ്പദമാക്കി മലയാളത്തിലും മറ്റു ഭാഷകളിലും നമുക്ക് വളരെ മനോഹരമായ ഗാനങ്ങളുമുണ്ട്. I would like to mention what God has put in my heart on the subject. ഈ വിഷയത്തെ സംബന്ധിച്ച് ദൈവം എന്റെ ഹൃദയത്തിൽ നൽകിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. The point that I would stress is about the covenant. ഞാൻ ഇവിടെ ഊന്നി പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം നിയമം എന്നുള്ളതാണ്. Covenant is something made between two parties. രണ്ടു പേർക്ക് ഇടയിൽ നടത്തപ്പെടുന്നതായ ഒന്നാണ് നിയമം. When it is only on one side, it is mentioned as vow. ഒരു ഭാഗത്ത് മാത്രമാണെങ്കിൽ അതിനെ ഒരു നിയമം അല്ലെങ്കിൽ ഒരു നേർച്ച എന്ന് വിളിക്കാം. But here it is mentioned it is mentioned as a covenant. എന്നാൽ ഇവിടെ അതിനെ നിയമം അഥവാ ഉടമ്പടി എന്ന് വിളിച്ചിരിക്കുന്നു. There are so many covenants in this world, in the earthly way as well as in the spiritual world. We see so many covenants in the word of God also. ഭൗമികമായും ആത്മീകമായ നിലയും ലോകത്തിൽ പല ഉടമ്പടികൾ കാണാം. തിരുവചനത്തിൽ നമുക്ക് പല നിയമങ്ങളെ ഉടമ്പടികളെ കാണാം. From the beginning of the word of God, from the beginning of the Bible and throughout the history of the Bible, we see about various covenants. ബൈബിൾ അഥവാ തിരുവചനത്തിന്റെ ആരംഭദശ മുതൽ ബൈബിൾ ചരിത്രത്തിൽ ഉടനീളം നോക്കിയാൽ നമുക്ക് പലവിധമായ നിയമങ്ങളെ കാണാം. I don't want to make mention of such covenants. അങ്ങനെയുള്ളതായ നിയമങ്ങളെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. Or for example, there is something called a covenant between Adam and God. ആദാമിനും ദൈവത്തിനും തമ്മിൽ നിയമമുണ്ടായിരുന്നു. It is mentioned as Adamic covenant. അത് ആദാമ്യ നിയമം എന്ന് വിളിക്കപ്പെടുന്നു. And there is something called covenant between God and Noah. ദൈവവും നോഹയും തമ്മിലും നിയമം ഉണ്ടായിരുന്നു. And he said, I will never destroy this earth through deluge again. ഞാൻ ഭൂമിയെ ജലപ്രളയത്താൽ ഇനി നശിപ്പിക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞു. So covenants, there were so many covenants made between God and man, and covenants made between man and man. ആകയാൽ ദൈവവും മനുഷ്യനും തമ്മിലും മനുഷ്യർ തമ്മിലുമുള്ളതായ പല നിയമങ്ങൾ അഥവാ ഉടമ്പടികളുണ്ട്. The original word mentioned for this covenant is birith. ഈ നിയമം എന്നുള്ള വാക്കിനുള്ള മൂലഭാഷയിലെ പദം എന്നത് ബിരീത്ത് എന്നുള്ളതാണ്. The meaning of the word berith is to cut into two. ബരീത്ത് എന്ന് പറഞ്ഞാൽ രണ്ടായി മുറിച്ചു മാറ്റുക എന്നാണ്. When two parties or when they got into a contract, ഒരു ഉടമ്പടിയിൽ രണ്ടുപേർ ഏർപ്പെടുമ്പോൾ they would kill an animal. അവർ ഒരു മൃഗത്തെ കൊല്ലും. It would be divided into two. അതിനെ രണ്ട് കഷണങ്ങളായി വിഭജിക്കും. Both the parties will pass through the divided portion. ഈ രണ്ട് കക്ഷികളും ആ വിഭജിക്കപ്പെട്ടതിന്റെ നടുവിൽ കൂടെ നടക്കും. And then they would have a feast. അതിനുശേഷമായി അവർക്കൊരു വിരുന്നും ഉണ്ടാകും. And salt should always be there. It is not a feast without salt. ആ വിരുന്നിൽ ഉപ്പ് തീർച്ചയായും ഉണ്ടായിരിക്കും. ഉപ്പ് കൂടാതെയുള്ള വിരുന്നല്ല. So that is what we mean according to the Old Testament, the covenant. അതാണ് പഴയ നിയമപ്രകാരമുള്ളതായ ഉടമ്പടി. So in so many places it is mentioned as covenant of salt. ആകയാൽ പലയിടങ്ങളിലും ലവണ നിയമം എന്നും കൂടെ പരാമർശിച്ചിരിക്കുന്നു. In 2 Chronicles chapter 13 it is mentioned that the kingdom of Judah was given to David through a covenant of salt. 2 ദിനവൃത്താന്തം 13-ാം അധ്യായത്തിൽ രാജ്യത്വം യഹൂദാഗൃഹത്തിന് ഒരു ലവണ നിയമത്താൽ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് കാണാം. Praise be to God. ദൈവത്തിന് സ്തോത്രം. It is something which cannot be broken, and both the parties are supposed to be faithful in that because they have eaten salt together.
ഒരിക്കലും ഉടയ്ക്കപ്പെടുവാൻ പാടില്ലാത്തതായ ഈ രണ്ട് കക്ഷികളും ഒരുമിച്ചിരുന്ന് ഈ ഉപ്പ് ഭക്ഷിച്ചതുകൊണ്ട് രണ്ടുപേരും ഒരിക്കലും ലംഘിച്ചുകൂടാത്തതായ നിയമമാണിത്. There's a saying in a particular language, you are not supposed to do anything wrong to the house or to the family where you have eaten rice, where you have eaten salt from. അതെ, ഉപ്പ് തിന്ന വീട്ടിന് ദ്രോഹം ചെയ്യരുത് എന്നുള്ളതായ ഒരു ചൊല്ലുണ്ട്. Praise be to God. ദൈവത്തിന് സ്തോത്രം. We don't know, probably all these things are based on the word of God. We don't know about it. We don't know whether these things are based on the word of God. ഈ കാര്യങ്ങളെല്ലാം തിരുവചനത്തെ ആസ്പദമാക്കിയുള്ളതാണോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. In the New Testament, instead of the word covenant, the word testament is mentioned. It is translated as testament. എന്നാൽ ദൈവവചനത്തിൽ ഇത് ഉടമ്പടി എന്നുള്ളതായ വാക്ക് നിയമം എന്ന രീതിയിലാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. In the New Testament. പുതിയ നിയമത്തിൽ. So there should be the death of a testator. അത് സ്ഥാപിക്കുന്ന വ്യക്തിയുടേതായ മരണത്തെ കാണിക്കുന്നു. So that Jesus became the author of the New Testament. കർത്താവായ യേശു പുതിയ നിയമത്തിന്റെ സ്ഥാപകനായി നായകനായി മാറി. His body was divided into two. അവന്റെ ശരീരം രണ്ടായി പിളർക്കപ്പെട്ടു. It is mentioned through his body he opened a new and a living way. അവൻ തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി ജീവനുള്ള പുതുവഴി തുറന്നു എന്നും കാണാം. We are so many people gathered here. ഇവിടെ നാം ധാരാളം പേർ കൂടി വന്നിട്ടുണ്ടല്ലോ. So then have we really made a covenant with the Lord? വാസ്തവമായി നാം നമ്മുടെ ദൈവവുമായി ഒരു നിയമം ചെയ്തിട്ടുണ്ടോ? Either you have to make covenant with God or you have to make covenant with the devil. ഒന്നുകിൽ നിങ്ങൾ ദൈവത്തോട് നിയമം ചെയ്യണം, അല്ലാത്തപക്ഷം നിങ്ങൾ പിശാചിനോട് നിയമം ചെയ്യണം. Today I will like to mention about 5 covenants. 5 നിയമങ്ങളെ കുറിച്ചെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. One covenant which we are not supposed to make, or if at all we have made that covenant, we should separate ourselves from that. ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് നാം ഒരിക്കലും ചെയ്തുകൂടാത്തതാണ്. അഥവാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാം അതിൽ നിന്ന് തീർച്ചയായും ഒഴിഞ്ഞു മാറിക്കൊള്ളണം. Or in other words, we all have made that covenant because we were all born in sins and trespasses. ഒരു വാക്കിൽ മറ്റു വിധത്തിൽ പറഞ്ഞാൽ നാം എല്ലാവരും അത് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ നാം എല്ലാവരും പാപത്തിലും ലംഘനത്തിലും ജനിച്ചവരാണ്. And I would like to mention about 4 other covenants, and one is much more deeper than the other. അടുത്തതായി 4 നിയമങ്ങളെ കുറിച്ച് കൂടി പറയുകയാണ്. ഒന്ന് മറ്റൊന്നിനേക്കാൾ ആഴമായതാണ്. So that is something related with between us and our God. അത് നാമും ദൈവവും തമ്മിൽ ബന്ധപ്പെട്ടതാണ്. And it is high time that we examine ourselves and find out whether we have really made such covenants with the Lord. നാം നമ്മുടെ കർത്താവുമായി ഇങ്ങനെയുള്ളതായ നിയമങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായ ഉചിതമായ സമയമാണിത്. About the first covenant, it is mentioned in the book of Isaiah, chapter 28, verse 15. യെശയ്യാപ്രവചനം 28-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഒന്നാമത്തെ നിയമത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മരണത്തോട് സഖ്യതയും പാതാളത്തോട് ഉടമ്പടിയും ചെയ്തിരിക്കുന്നു. പ്രവഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ അത് ഞങ്ങളോട് അടുത്തു വരികയില്ല. ഞങ്ങൾ ഭോഷ്കിനെ ശരണമാക്കി വ്യാജത്തിൽ ഒളിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ. Because ye have said, we have made a covenant with death, and with hell are we at agreement. When the overflowing scourge shall pass through, it shall not come unto us. For we have made lies our refuge, and under falsehood have we hid ourselves. We have made covenant with death and hell. ഞങ്ങൾ മരണത്തോടും പാതാളത്തോടും ഉടമ്പടി ചെയ്തിരിക്കുന്നു. Or else in other words, we have made covenant with Satan, because who is the author of death and hell. ഈ പാതാളത്തിന്റെയും മരണത്തിന്റെയും നായകനായ അധിപതിയായ സാത്താനോട് ഉടമ്പടി ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. He is the prince of this fallen world, and he is the prince of the underworld or underground world. അവൻ വീണുപോയ ലോകത്തിന്റെ പ്രഭുവാണ്. അവൻ അധോലോകത്തിന്റെ നായകനുമാണ്. If we do things which are pleasing in his sight, we must understand that we have already made a covenant with him. നാം അവന് ഇഷ്ടമുള്ളതായ കാര്യങ്ങളെ ചെയ്യുന്നുവെങ്കിൽ നാം മനസ്സിലാക്കണം, നാം അവനോട് ഉടമ്പടിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. God made a covenant with Adam and placed him in the Garden of Eden. ദൈവം ആദാമുമായി ഒരു ഉടമ്പടി ചെയ്ത് അവനെ ഏദെൻ തോട്ടത്തിലാക്കി. As long as he obeyed the commandment of the Lord, he was there, he had a close fellowship with God. അവൻ ദൈവത്തിന്റെ ആ കൽപ്പന പ്രമാണിച്ച കാലത്തോളം അവൻ അവിടെ തന്നെ പാർത്ത് ദൈവവുമായി അടുത്ത സംസർഗത്തിലായിരുന്നു. But later, when he obeyed the commandment of the devil, he made covenant with, in other words, he made a covenant with the devil, you must understand. എന്നാൽ പിന്നീട് അവൻ പിശാചിന്റെ വാക്ക് അനുസരിച്ചപ്പോൾ, ഒരു വിധത്തിൽ പറഞ്ഞാൽ അവൻ പിശാചിനോട് നിയമം ചെയ്തു എന്ന് മനസ്സിലാക്കാം. He obeyed the devil, he disobeyed God, and he believed Satan more than God.
അവൻ പിശാചിനെ അനുസരിച്ചു, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. ദൈവത്തെക്കാൾ അധികമായി അവൻ പിശാചിനെ വിശ്വസിച്ചു. From that day onwards, death started reigning over man. അന്നു മുതൽ മരണം മനുഷ്യന്റെ മേൽ വാഴുവാൻ തുടങ്ങി. Death is said to be the world of the dead. മരണത്തിൻ്റെതായ ഒരു ലോകത്തിൽ മരണം വാഴുവാൻ തുടങ്ങി. And hell is the world of the dead. ആ പാതാളം എന്നത് മരിച്ചവരുടേതായ ഒരു ലോകമാണ്. People who are living, you don't find them there. ജീവനുള്ളവരെ നമുക്കവിടെ കാണുവാൻ സാധ്യമല്ല. There is no one to praise God there. അവിടെ ദൈവത്തെ സ്തുതിക്കുവാനും ആരുമില്ല. There is nobody who worships God there. ദൈവത്തെ ആരാധിക്കുന്നവരാരും അവിടെയില്ല. There is nobody who does the commandment of the Lord. കർത്താവിന്റെ കൽപ്പനകൾ പ്രമാണം ചെയ്യുന്നവരാരും അവിടെയില്ല. So when man trespassed the commandment of the Lord, he ended up there, you must understand. മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കുമ്പോൾ അവിടെ ചെന്ന് അവസാനിക്കുന്നു എന്ന് മനസ്സിലാക്കാം. So then I would like to mention certain aspects of Satan, and if we are doing such things, we must understand that we are with him and we have made a covenant with him. നാം സാത്താന്റേതായ ചില കാര്യങ്ങൾ ഇപ്പോൾ പറയുകയാണ്. അങ്ങനെയുള്ളതായ കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നാം അവനോട് ഒരു നിയമത്തിൽ ഉടമ്പടിയിൽ എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം. One is sin. ഒന്നാമത് പാപം. When we turn to the book of 1 John chapter 2 verse 16. 1 യോഹന്നാൻ 2:16 വായിച്ചാൽ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് അത്രയാകുന്നു. For all that is in the world, the lust of flesh and the lust of the eyes and the pride of life is not of the Father, but is of the world. In other words, they are of Satan because he is the prince of this world. അതോടെ പറഞ്ഞാൽ ഇവ സാത്താനിൽ നിന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിന്റെ പ്രഭു അവനാണല്ലോ. Jesus says, behold, lo, the prince of the world cometh, and I have nothing of his in me. യേശു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല. Love of the world, covetousness, love for this world, pleasures of this world, they all belong to the devil, you must understand. ഈ ലോകത്തിൻ്റെതായ ഇമ്പങ്ങൾ, മോഹങ്ങൾ, ഇവയെല്ലാം തന്നെ, ദ്രവ്യാഗ്രഹങ്ങൾ, ഇവയെല്ലാം തന്നെ സാത്താന്റേതാണെന്ന് മനസ്സിലാക്കാം. Are you still living in sin today? ഇന്നും നിങ്ങൾ പാപത്തിൽ ജീവിക്കുകയാണോ? You may call yourself a Christian sometimes. ഒരുപക്ഷെ ഞാനൊരു ക്രിസ്ത്യാനി എന്ന് നിങ്ങൾ അവകാശപ്പെട്ടേക്കാം. You may be a child of a Pentecostalist. ഒരുപക്ഷെ നിങ്ങൾ പെന്തക്കോസ്തുകാരുടെ മകളായിരിക്കാം. Sometimes you would have lived in this life, this life for quite some time. ഒരുപക്ഷെ കുറച്ചു നാളുകളായി ഈ ജീവിതം നയിക്കുകയായിരിക്കാം. But afterwards you would have taken back the things which you had left once. അതിനുശേഷമായി ഉപേക്ഷിച്ച കാര്യങ്ങളിലേക്ക് പിന്തിരിഞ്ഞിരിക്കാം. But at the same time, if you are following after such things, you must understand that you are with the devil and you have made a covenant with the devil. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നിങ്ങൾ പിന്തുടരുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ പിശാചിന്റേതാണ്, അവനുമായി നിയമം ചെയ്തിരിക്കുന്നു. God is giving you one more chance for you. ദൈവം ഇതാ നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരം കൂടെ നൽകുന്നു. Your name may be Mary, Martha, Thomas or John. ഒരുപക്ഷെ നിങ്ങളുടെ പേര് മാർത്തയെന്നോ മറിയെന്നോ തോമസ് എന്നോ ജോൺ എന്നോ ആയിരിക്കാം. But at the same time, do you have deliverance from sins? നിനക്ക് പാപത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചിരുന്നിരിക്കാം. Do you have deliverance from നിനക്ക് sin? പാപത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചിട്ടുണ്ടോ? So then have you got the assurance that all your sins are forgiven? പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടെന്നുള്ളതായി ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? Some people have a wrong notion about Christianity. ചിലർക്ക് ക്രിസ്ത്യാനിത്വത്തെ കുറിച്ച് ഒരു തെറ്റായ ധാരണയാണുള്ളത്. You heard the testimony of that beloved brother. ആ പ്രിയ സഹോദരന്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടല്ലോ. He was born in a Christian family, but Christ didn't have anything to do with him. താൻ ഒരു ക്രിസ്ത്യ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ക്രിസ്തുവിന് തന്റെ ജീവിതത്തിൽ ഒന്നുമില്ലായിരുന്നു. He did not have any peace and happiness in his life. തനിക്ക് തന്റെ ജീവിതത്തിൽ യാതൊരു സമാധാനമോ സന്തോഷമോ ഇല്ലായിരുന്നു. But finally when Jesus came across his life, he found peace and happiness. എന്നാൽ യേശു തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് തനിക്ക് സമാധാനവും സന്തോഷവും ലഭിച്ചത്. Friend, you need deliverance. സ്നേഹിത, നിനക്ക് വിടുതൽ വേണം. You need deliverance from sin. നിനക്ക് പാപത്തിൽ നിന്ന് വിടുതൽ വേണം. So therefore today is the day of salvation, you must understand. ആകയാൽ നീ മനസ്സിലാക്കുക, ഇന്നാകുന്നു രക്ഷാ ദിവസം. Today you should make a decision to entrust your life into the hands of God. ഇന്ന് ദൈവകരങ്ങളിൽ നിന്റെ ജീവിതത്തെ ഭരമേൽപ്പിക്കുമെന്ന് ഒരു തീരുമാനം കൈക്കൊള്ളുക. The word of God says the blood of Jesus forgives us, cleanses us from all unrighteousness. ദൈവവചനം പറയുന്നുണ്ട്, കർത്താവായ യേശുവിന്റെ രക്തം സകല പാപവും അനീതിയും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. If we confess our sins, he is faithful and just to forgive us our sins and to cleanse us from all unrighteousness. നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. In the book of Acts chapter 5 verse 3, we see about one more thing about the devil. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം പിശാചിനെ കുറിച്ച് മറ്റൊരു കാര്യം കൂടി കാണുന്നു.
അപ്പോൾ പത്രോസ്, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? But Peter said, Ananias, why had Satan filled thine heart to lie to the Holy Ghost and to keep back part of the price of the land? He was a so-called child of God, താൻ വളരെ പ്രസിദ്ധനായ ഒരു ദൈവവേദനായിരുന്നു. and then he had accepted Christ as his personal savior. കർത്താവായ യേശുവിനെ തന്റെ വ്യക്തിപരമായ രക്ഷിതാവായി കൈക്കൊണ്ടിരുന്നു. They had received the Holy Spirit also. പരിശുദ്ധാത്മാവിനെയും പ്രാപിച്ചിരുന്നു. Now they wanted to do the ministry. ശുശ്രൂഷ ചെയ്യുവാൻ താല്പര്യപ്പെട്ടു. But at the same time, we see covetousness was there in their hearts. എന്നാൽ അതേസമയം നോക്കിയാൽ ഉള്ളത്തിൽ ദ്രവ്യാഗ്രഹമുണ്ടായിരുന്നു. So then Satan had entered into their hearts. സാത്താൻ ആ ഉള്ളങ്ങളിലേക്ക് പ്രവേശിച്ചു. Also in 13:10 when we read, 13:10 കൂടെ വായിക്കുക. ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവെ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? And said, O full of all subtlety and all mischief, thou child of the devil, thou enemy of all unrighteousness, wilt thou not cease to pervert the right ways of the Lord? praise be to God. ദൈവത്തിന് സ്തോത്രം. They wanted to accept Christ. They wanted to come closer to the Lord. But at the same time, they were not able to, they were not prepared to pay the price. കർത്താവായ യേശുവിന്റെ അടുക്കലേക്ക് വരുവാൻ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാനൊക്കെയും ആഗ്രഹിച്ചു. എന്നാൽ ഇവിടെ ഇതാ വില കൊടുക്കുവാൻ തുനിയുന്നില്ല. There was something wrong with their heart. Their heart was not right. So therefore, Satan had filled their hearts. ഹൃദയത്തിൽ തെറ്റായ കാര്യങ്ങൾ ചിലതുണ്ടായിരുന്നു, ഉചിതമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആകയാൽ സാത്താൻ ആ ഹൃദയങ്ങളെ നിറച്ചു. So any person who is a slave unto sin is not with God, is one who has made covenant with the devil. ആകയാൽ പാപത്തിന് ദാസനായിരിക്കുന്ന ആരും അവൻ ദൈവത്തോടുകൂടിയില്ല, അവൻ പിശാചോട് നിയമം ചെയ്തിരിക്കുന്നു. And you must understand, Satan has got a power. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, സാത്താന് അധികാരം, ശക്തിയുണ്ട്. When we read from the Hebrews, book of Hebrews chapter 2 verse 14. എബ്രായ ലേഖനം 2:14 നിന്ന് വായിക്കുമ്പോൾ Satan has a grasp, good hold upon them. സാത്താൻ അവരുടെ മേൽ ഒരു പിടിയുണ്ടായിരുന്നു. And then it is not easy for them to come out by themselves. അവനിൽ നിന്ന് സ്വയമേവ പുറത്തു വരുവാൻ അസാധ്യമത്രേ. That is why it is mentioned, if the Son sets you free, you shall be free indeed. അതുകൊണ്ട് അത്ര പ്രകാരം പറഞ്ഞിരിക്കുന്നത്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. So Satan has got power. He exercises his power and dominion, and he says, I will not allow you to go out of my grasp. സാത്താൻ അധികാരമുള്ളവനാണ്. അവൻ തന്റെ പിടിമുറുക്കിക്കൊണ്ട് പറയുന്നു, എന്റെ അധികാരം വിട്ടുപോകുവാൻ ഞാൻ നിന്നെ സമ്മതിക്കുകയില്ല. It is similar to that which Pharaoh mentioned in the book of Exodus. പുറപ്പാട് പുസ്തകത്തിൽ ഫറവോനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ. Kindly go home and read from the book of Exodus chapter 15. പുറപ്പാട് പുസ്തകം 15 നിങ്ങൾ അവിടെ വീട്ടിൽ ചെന്ന് വായിച്ചുകൊള്ളുക. What does he say? അവിടെ താൻ എന്ത് പറയുന്നു? I will run after him. അവൻ പ്രകാരം പറഞ്ഞു, ഞാൻ പിന്തുടരും. So then I will take hold of him. ഞാൻ പിന്തുടർന്ന് പിടിക്കും. I will kill him. ഞാൻ കൊല്ലും. I will satisfy my lust upon him. ഞാൻ കൊള്ളപങ്കിടും, എന്റെ മോഹം നിറവേറ്റും. Satan has got power, you must understand. സാത്താൻ അധികാരമുണ്ടെന്ന് മനസ്സിലാക്കുക. Today you will have to come out of the power of the devil. ആകയാൽ പിശാചിന്റെ അധികാരം വിട്ട് നിങ്ങൾ പുറത്തു വരണം. Second, what do we read? രണ്ടാമതായി എന്ന് വായിക്കുന്നു, Satan is a deceiver also. സാത്താൻ ഒരു വഞ്ചകനാണ്. When there is a truth mentioned in the word of God, ദൈവവചനത്തിൽ ഒരു സത്യം പറഞ്ഞിരിക്കുമ്പോൾ, so then he would like to place a counterfeit before you. അവൻ ദൈവവചനത്തിൽ ഒരു സത്യം പറയുമ്പോൾ അവൻ അതിനെതിരായ ഒരു കാര്യം നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന് വയ്ക്കും. Counterfeit, something duplicate. അതിന് ഡ്യൂപ്ലിക്കേറ്റ് ആയ ഒന്ന്, വ്യാജമായ ഒന്ന് അവൻ കൊണ്ടുവരും. Where it is mentioned that Jesus is the only savior, കർത്താവായ രക്ഷകൻ എന്ന് പറയുമ്പോൾ he says, why not pray to Mary also? അപ്പോൾ താൻ പറയും, മറിയയോടുകൂടെ പ്രാർത്ഥിച്ചാൽ എന്താ കുഴപ്പം? You have got so many so-called saints and so on. നിങ്ങൾക്ക് ധാരാളം വിശുദ്ധന്മാർ, പുണ്യവാളന്മാരുണ്ട്. And people, so he is trying to divert people from the true religion, you must understand. ആളുകളെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് അവൻ ദിശ തെറ്റിക്കുവാൻ ശ്രമിക്കും. There is one person who died for us, you must understand. നമുക്ക് വേണ്ടി മരിച്ച ഒരേ ഒരുവനുണ്ടെന്ന് മനസ്സിലാക്കുക. There is one person who intercedes for us. നമുക്കായി ഏക മധ്യസ്ഥനേ ഉള്ളൂ. That is our Lord and Savior Jesus Christ. അത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു എന്ന് മനസ്സിലാക്കുക. In 15th and 16th century, 15-16 നൂറ്റാണ്ടുകളിൽ there was something called indulgence. That is, pay money. അവിടെ കുറ്റം ക്ഷമിക്കുന്നതായ ചീട്ട് ഉണ്ടായിരുന്നു. They wanted to build St. Peter's Basilica.
അവർ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക പണിയുവാൻ ആഗ്രഹിച്ചു. When they are running short of funds, you know what they said? അവർക്ക് പണമില്ലാതായപ്പോൾ അവരെന്ത് ചെയ്തു? So they started introducing this indulgence. അവർ ഈ പാപമോചന ചീട്ട് അവതരിപ്പിച്ചു. According to the gravity of your sin, you pay more money and then your sins will be forgiven. നിങ്ങളുടെ പാപത്തിന്റെ കടുപ്പം അനുസരിച്ച് നിങ്ങൾ പണം കൊടുക്കുക, ചീട്ട് മേടിക്കുക. That means only rich people can be forgiven. Poor people, they don't have enough money for that. അതിന്റെ അർത്ഥം എന്തെന്നാൽ പണക്കാരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും, പാവപ്പെട്ടവർക്ക് പണമില്ലല്ലോ. You commit sin, you can commit sin, then afterwards pay money and then your sins will be forgiven. പാപം ചെയ്തു കൊള്ളുക, പിന്നീട് പണമടച്ചാൽ മതി, പാപം ക്ഷമിക്കപ്പെടും. There was a person, his name was Johann Tetzel. Johann Tetzel. ജൊഹാൻ ഡെറ്റ്സൽ എന്നതായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. He was handpicked for this particular thing. He was chosen for this. താൻ ഇത് തെരഞ്ഞെടുത്തു, താൻ അതിനുവേണ്ടി നിയമിക്കപ്പെട്ടിരുന്നു. He went from place to place, selling these indulgences. താൻ ഈ പാപമോചന ചീട്ടുമായി ചെന്ന് എല്ലായിടത്തും അത് വിറ്റിരുന്നു. And then he went one step further. താൻ ഒരുപടി മുമ്പോട്ട് പോയി. He said, not only for the sins which you have already committed till now, even things which you will be committing in future, you will be forgiven, provided you pay enough money for that. അതുകൊണ്ട് താൻ ഇപ്രകാരം ഒരുപടി കൂടെ പോയി പറഞ്ഞത്, ഇതുവരെ ചെയ്തതായ പാപങ്ങൾ ക്ഷമിക്കപ്പെടുക മാത്രമല്ല, നിങ്ങൾ ധാരാളം പണമടച്ചു കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ ചെയ്യാനിരിക്കുന്ന പാപങ്ങളും നിങ്ങൾക്ക് ക്ഷമിക്കപ്പെടും. A person was in a confused state. ആളുകൾ ഒരു ആശയക്കുഴപ്പത്തിലായി. Then he came to him and said, do you mean to say that even the future sins which I commit also would be forgiven? ഒരു വ്യക്തി ആകെ ആശയക്കുഴപ്പത്തിലായി വന്ന് ഇപ്രകാരം ചോദിച്ചു, ഞാൻ ഈ ഭാവിയിൽ ചെയ്യാനിരിക്കുന്ന പാപങ്ങളും ക്ഷമിച്ചു തരും എന്നാണോ നിങ്ങൾ പറയുന്നത്? Yes, provided the amount is suitable. അതെ, നിങ്ങൾ തന്നതായ പണം അതിനും കൂടെയുള്ളതാണ്. If it is more, if it is enough, the money which we mention, if you are prepared to pay for that, and then even your future sins also will be forgiven. അതെ, നിങ്ങൾ പറയുന്നതായ പണം നിങ്ങൾ തന്നാൽ നിങ്ങളുടെ ഭാവിയിലെ പാപങ്ങൾ കൂടെ ക്ഷമിക്കപ്പെടും. This is not a story. This is true history. ഇത് ഒരു കഥ പറയുകയല്ല, ചരിത്രത്തിലെ കാര്യങ്ങളാണ്. He paid the money which was mentioned there. താൻ പറഞ്ഞതായ പണമെല്ലാം കൊടുത്തു. Then afterwards he was waiting in a corner. താൻ ഒരു മൂലയിൽ പിന്നെ കാത്തു നിന്നു. Those days they were carrying this coffer in a horse cab. അവർ ഈ പണമെല്ലാം ചേർത്ത് ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു. He stopped that vehicle. താൻ ആ വാഹനം തടുത്തു നിർത്തി. He had brought some more bandits along with him. കുറെ കള്ളന്മാരെയും കൂടെ കൊണ്ടുവന്നിരുന്നു. And then he took that money and then ran away from there. ആ പണമെല്ലാം കൊള്ളയടിച്ചിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. He straight away told that Tetzel, for this is the sin which I intended to commit. I've already paid money for this. God has forgiven me. ഭാവിയിൽ ചെയ്യാനിരിക്കുന്ന പാപങ്ങളെല്ലാം ക്ഷമിക്കണമെന്ന് പറഞ്ഞതല്ലേ, ഞാൻ ചെയ്യാനിരുന്ന പാപം ഈ പണമെല്ലാം കവർന്നു കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിനുള്ളതായ പണവും ഞാൻ മുമ്പേ അടച്ചിട്ടുണ്ട്, അതും ക്ഷമിച്ചു കിട്ടിയിട്ടുണ്ട്. Dear children of God, don't be deceived by such things. പ്രിയാദി മക്കളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാൽ വഞ്ചിക്കപ്പെടരുത്. There is only one person who can forgive our sins. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ. There is one person who was appointed to forgive our sins. പാപങ്ങളെ ക്ഷമിക്കുവാൻ നിയുക്തനായവൻ ഒരുവൻ. There is a person who died for our sins. നമ്മുടെ പാപങ്ങൾക്കായി മരിച്ച ഒരുവൻ. The person who has shed his last drop of blood for our sake. തന്റെ രക്തത്തിന്റെ അവസാന തുള്ളി വരെ നമുക്കായി ചിന്തിയ ഒരുവൻ. And he alone has got the authority to forgive all your sins. നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കുവാൻ അധികാരമുള്ളവൻ അവൻ മാത്രം. The blood of Jesus cleanses us from all sins. You must understand. യേശുവിന്റെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുമെന്ന് മനസ്സിലാക്കുക. Satan is not only wicked, he is a deceiver also. സാത്താൻ ദുഷ്ടൻ മാത്രമല്ല, ചതിയനും കൂടിയാണ്. So therefore you must come out of the grasp of the devil. ആകയാൽ പിശാചിന്റെ പിടിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക. Don't listen to that person, this person. Go through the word of God and then you will see what is mentioned in the word of God. You live according to the word of God. അവരും ഇവരും പറയുന്നത് ശ്രദ്ധിക്കാതെ തിരുവചനത്തെ ശ്രദ്ധിച്ച് തിരുവചനം എന്ത് പറയുന്നു അതിൻ പ്രകാരം ജീവിക്കുക. Second thing about Satan is, he is the author of sickness also. സാത്താനെ കുറിച്ച് പറയാവുന്ന അടുത്ത കാര്യം എന്നത് അവൻ രോഗങ്ങളുടെ ഉത്ഭവസ്ഥാനം. So then it is true that you have not voluntarily entrusted yourself for sickness. നിങ്ങൾ സ്വമേധയാ രോഗത്തിനായി നിങ്ങളെ വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളത് സത്യമാണ്. But at the same time, if you are sick, you must understand he has got a proper hold over you. എന്നാൽ രോഗിയാകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ മേൽ അവനൊരു പിടിയുണ്ട്. When we turn to the book of Luke chapter 13 verse 16. ലൂക്കോസ് 13:16 വായിക്കുമ്പോൾ there it is mentioned about a daughter of Abraham, and there it is mentioned about as to how she fell into the grasp of Satan. അവിടെ അബ്രഹാമിന്റെ മകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവൾ എങ്ങനെ സാത്താന്റെ പിടിയിൽ വീണു എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്.
എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബ്ബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. And ought not this woman, being a daughter of Abraham, whom Satan had bound, lo these 18 years, be loosed from this bond on the Sabbath day? Praise be to God. ദൈവത്തിന് സ്തോത്രം. So then, if you are sick, you must understand, you are in the grasp of the devil. You will have to come out tonight. രോഗിയായിരിക്കുമ്പോൾ പിശാചിന്റെ പിടുത്തത്തിലാണെന്ന് മനസ്സിലാക്കുക. ആകയാൽ ഇന്ന് രാത്രി പുറത്തേക്ക് വരേണ്ടതാണ്. You may be addressed as son of Abraham, daughter of Abraham, and so on. അബ്രഹാമിന്റെ മകനെന്നോ അബ്രഹാമിന്റെ മകളെന്നോ വിളിക്കപ്പെട്ടേക്കാം. So often we don't give too much importance for sickness. പലപ്പോഴും നാം രോഗത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. As sin is not from God, sickness also is not from God, you must understand. പാപം ദൈവത്തിൽ നിന്നല്ലാത്തതുപോലെ രോഗവും ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. So today you should come out of the grasp of the devil. ആകയാൽ ഇന്ന് പിശാചിന്റെ ആ പിടുത്തത്തിൽ നിന്ന് പുറത്തേക്ക് വരിക. Most of us can testify about the living Jesus who is able to not only deliver us from sin but even from sickness also. നമ്മുടെ പാപങ്ങളിൽ നിന്ന് യേശു രക്ഷിച്ചെന്ന് മാത്രമല്ല, ജീവനുള്ള യേശു നമ്മെ രോഗങ്ങളിൽ നിന്ന് സൗഖ്യമാക്കുന്നതിനെ കുറിച്ച് നമുക്ക് അനേകർക്ക് സാക്ഷ്യം പറയുവാനുണ്ട്. And you would have heard about the testimony of the beloved brother as to how his mother was healed. ആ പ്രിയ സഹോദരന്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടുവല്ലോ. തന്റെ മാതാവിന് എങ്ങനെ സൗഖ്യം ലഭിച്ചു. And his dead child also was raised up to life. തന്റെ മരിച്ചതായ കുട്ടിയും ജീവനിലേക്ക് മടങ്ങി വന്നു. Living Jesus is in our midst tonight. ജീവനുള്ളവനായ യേശു രാത്രി നമ്മുടെ നടുവിലുണ്ട്. Are you suffering from any kind of sickness tonight? ഇന്ന് രാത്രി ഏതെങ്കിലും രോഗത്താൽ നിങ്ങൾ വലയുകയാണോ? The word of God says, by his stripes you were healed. തിരുവചനം പറയുന്നുണ്ട്, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. He not only died for our sins, he died for our sickness also. അവൻ നമ്മുടെ പാപങ്ങൾക്കായി മാത്രമല്ല രോഗങ്ങൾക്കായി കൂടെ മരിച്ചിരിക്കുന്നു. It is for that purpose he has taken stripes on his back. ആ ഉദ്ദേശത്തോടുകൂടിയാണ് അവന്റെ മുതുകുകളിൽ അവൻ അടിപ്പിണരുകൾ ഏറ്റുവാങ്ങിയത്. I am a living witness for the healing power of Jesus. യേശുവിന്റെ സൗഖ്യദായക ശക്തിക്ക് ഞാനൊരു ജീവനുള്ള സാക്ഷിയാകുന്നു. From a young age I was a sickly child. എന്റെ യൗവനപ്രായം മുതൽ ഞാനൊരു രോഗിയായ കുട്ടിയായിരുന്നു. When I was studying in 4th standard, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ I became seriously sick. എനിക്ക് വളരെ ഗുരുതരമായ രോഗമുണ്ടായി. My mother did not mention as to what sickness I had. എനിക്ക് ഏത് രോഗമെന്ന് എന്നോട് വ്യക്തമായി പറഞ്ഞു തന്നിരുന്നില്ല. So then I was admitted to the hospital. എന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. I was studying in the 4th standard, and because of my sickness, because of my hospitalization, I could not write my 4th standard examination. 4ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് രോഗനിമിത്തമായി എനിക്ക് പരീക്ഷ എഴുതുവാനും സാധിച്ചില്ല. Doctor said that there is some deficiency in my blood. എന്റെ രക്തത്തിൽ എന്തോ പോരായ്മയുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. If it continued, it will result in tuberculosis. അങ്ങനെ അത് തുടരുകയാണെങ്കിൽ അത് ക്ഷയരോഗത്തിൽ പര്യവസാനിക്കും. So then they said that there was some problem with my digestive system. എന്റെ ദഹന പ്രക്രിയയിലും ദഹനേന്ദ്രിയത്തിലും ചില തകരാറുകൾ ഉണ്ടെന്ന് പറഞ്ഞു. I can only remember my mother weeping in the middle of the night. രാത്രിയിൽ എന്റെ മാതാവ് തേങ്ങിക്കരയുന്നത് എനിക്ക് കാണുവാൻ കഴിയുമായിരുന്നു. So then I was admitted to the hospital 3 months, almost 2.5 months to 3 months I was in the hospital. I still had fever and they brought me out of the hospital. 2-3 മാസത്തോളം ഞാൻ ആശുപത്രിയിൽ തന്നെയായിരുന്നു. പിന്നീട് ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു. എന്നെ വീട്ടിലേക്ക് മടങ്ങി കൊണ്ടുവന്നു. I still had fever and then they അപ്പോൾ എനിക്ക് പനിയുണ്ടായിരുന്നു. എന്നെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. Saints from this mission prayed over me, and then today I'm hale and healthy in the presence of God. ഈ സഭയിലെ വിശുദ്ധന്മാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്നും ദൈവസന്നിധിയിൽ ജീവനോട് നിൽക്കുന്നത്. No symptoms of tuberculosis are seen in me. More than 50 years have passed by. Praise God. അത് ഇപ്പോൾ 50 വർഷത്തിലധികം കടന്നുപോയിരിക്കുന്നു. ക്ഷയരോഗത്തിൻ്റെതായ ഒരു ലക്ഷണം എന്നിലില്ല. ദൈവത്തിന് സ്തോത്രം. My mother had acute asthma. എന്റെ മാതാവിന് കടുത്ത ആസ്മ രോഗമുണ്ടായിരുന്നു. We don't remember she mentioned in her testimony. We don't remember that when we were young. She was suffering from asthma. അത് ഞങ്ങൾ ഓർക്കുന്നില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ താൻ ആസ്മ രോഗത്താൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. There is a tract in Kannada language about her healing. കന്നഡ ഭാഷയിൽ സൗഖ്യത്തെക്കുറിച്ചുള്ളതായ ഒരു ട്രാക്ട് ഉണ്ടായിരുന്നു. So then she was suffering a lot. താൻ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. Bangalore climate is a beautiful climate, it is true. ബാംഗ്ലൂരിലെ കാലാവസ്ഥ വളരെ നല്ലതാണെന്നുള്ളത് വാസ്തവമാണ്. But as far as asthma patients are concerned, it is an enemy, you must understand. എന്നാൽ ആസ്മ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കാലാവസ്ഥ അവർക്കൊരു ശത്രുവിനെ പോലെയാണ്. One day she was suffering a lot. She could not breathe properly. ഒരു നാളിൽ ശ്വാസമെടുക്കാൻ കഴിയാതെ താൻ വളരെ കഷ്ടപ്പെട്ടു. Now she is hearing a voice from God.
അപ്പോൾ കർത്താവിൽ നിന്നൊരു ശബ്ദം കേട്ടു, count from 1 to 10 and I will heal you. 1 മുതൽ 10 വരെ എണ്ണുക, ഞാൻ നിന്നെ സൗഖ്യമാകും. She was doubtful. Who is speaking to me? തനിക്ക് സംശയം തോന്നി, ആരാണിത് പറയുന്നത്? It was difficult for her to count also because she was gasping for breath. ശ്വാസം പോലും കിട്ടാതെ വിഷമിക്കുമ്പോൾ എണ്ണുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. She obeyed the voice of God. എങ്കിലും കർത്താവിന്റെ വാക്കനുസരിച്ചു. With difficulty she started counting 1, 2, 3, 4. വളരെ പ്രയാസപ്പെട്ട് 1, 2, 3 എന്ന് എണ്ണുവാൻ തുടങ്ങി. As soon as he finished counting 10, she was perfectly healed, you must understand. എന്നാൽ എണ്ണി 10-ലെത്തിയപ്പോഴോ തനിക്കിതാ സമ്പൂർണ്ണ സൗഖ്യം. And she died in her 74th year. Praise be to God. 74-ാമത്തെ വയസ്സിലാണ് താൻ മരിച്ചത്. ദൈവത്തിന് സ്തോത്രം. Bible is the true word of God, you must understand. ബൈബിൾ യഥാർത്ഥ ദൈവവചനമെന്ന് മനസ്സിലാക്കണം. We are not speaking theory, we are speaking from our own experience. ഞങ്ങൾ വെറും തത്വമല്ല പറയുന്നത്, ഞങ്ങളുടെ സ്വന്തം അനുഭവം അത്രേ. Even today, the healing power of Jesus is working in many of us. ഇത് യേശുവിന്റെ സൗഖ്യദായക ശക്തി നമ്മിൽ പലരിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. God is healing so many people and then He's bringing them to Christ. ദൈവം അനേകരെ സൗഖ്യമാക്കി കർത്താവായ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. Sometime back I happened to read about the story of a saint called Agnes Hancock. ആഗ്നസ് ഹാൻകോക്ക് എന്നതായ ഒരു വ്യക്തിയുടേതായ അനുഭവത്തെ കുറിച്ച് ഞാൻ വായിക്കുവാനിടയായി. She was a wonderful prayerful lady താൻ വളരെ പ്രാർത്ഥിക്കുന്ന ഒരു വനിതയായിരുന്നു. from Ireland. അയർലാൻഡിൽ നിന്നുള്ള ഒരു വ്യക്തി. She was suffering a lot once. She was suffering a lot. താൻ വളരെ കഷ്ടപ്പെട്ടു. For 12 years she was suffering from a particular sickness. 12 വർഷമായി ഒരു പ്രത്യേക രോഗത്താൽ താൻ വലയുകയായിരുന്നു. She was totally paralyzed. താൻ വളരെ തളർന്നുപോയി. She could not take care of her 2 children. 2 മക്കളെ നോക്കുവാൻ കഴിയാതെയായി. Government wanted to put the children in a common school. ഗവൺമെന്റ് ആ കുട്ടികളെ പൊതുവിദ്യാലയത്തിൽ ചേർക്കുവാനായി താല്പര്യപ്പെട്ടു. Because they said that you are not fit to take care of your children. ആ കുഞ്ഞുങ്ങളെ നോക്കുവാൻ നിനക്ക് പ്രാപ്തിയില്ല എന്നവർ പറഞ്ഞു. Her weight came down to about 22 kilos or something like that. അവളുടെ ഭാരം ഏകദേശം 22 കിലോഗ്രാമോളം ആയിപ്പോയി. She could not open the door. വാതിൽ തുറക്കുവാൻ പോലും ശേഷിയില്ല. She could not open the Bible also. ബൈബിൾ തുറക്കുവാൻ പോലും ശേഷിയില്ല. Finally, when she was alone in her room, ഒടുവിൽ അവൾ റൂമിൽ തനിച്ചായപ്പോൾ so she heard a voice. ഒരു ശബ്ദം കേട്ടു. She could hardly open the Bible also. ബൈബിൾ തുറക്കുവാൻ പോലും പ്രയാസമായിരുന്നു. And then this particular portion fell before her. എന്നാൽ ഒരു പ്രത്യേക വേദഭാഗം അവളുടെ മുൻപിൽ തുറന്നു വന്നു. Book of James chapter 5 verse 15. യാക്കോബ് 5:15. Is there anyone sick among you? നിങ്ങളിൽ ആരെങ്കിലും ദീനമായിരുന്നാൽ let them call for elders and let them apply anoint him with oil and then pray and he will be healed. സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തിട്ട് അവർ എണ്ണപൂശി പ്രാർത്ഥിക്കട്ടെ, അപ്പോൾ സൗഖ്യം വരും. That particular word touched her. ആ പ്രത്യേക വചനം അവളെ തൊട്ടു. And she came to know that there was a meeting going on in a far off place. ഒരു ദൂര സ്ഥലത്ത് ഒരു യോഗം നടക്കുന്നു എന്ന് അവൾ കേട്ടു. Her servant could not take her because she was celebrating her wedding anniversary. അവളുടെ വേലക്കാരിക്ക് അവളെ കൊണ്ടുപോകുവാൻ സാധിച്ചിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അന്ന് വിവാഹ വാർഷിക ദിനമായിരുന്നു. Children could not take her. മക്കൾക്കും കൊണ്ടുപോകുവാൻ കഴിയില്ല. Now this word of God was speaking to her. എന്നാൽ ഈ തിരുവചനം അവളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. With difficulty she went to that place. എത്രയോ കഷ്ടപ്പെട്ട് അവൾ അവിടേക്ക് പോയി. To cut the story short, ശരിക്കും പറയട്ടെ, she had to take a bus and get down from there and again walk from that place. അവൾ ബസ് പിടിച്ച് ചെന്ന് വീണ്ടും നടന്നാണ് ആ സ്ഥലത്ത് പോകേണ്ടിയിരുന്നത്. As she was praying there in that place, എന്നാൽ അവൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ the power of God came upon her. ദൈവശക്തി അവളുടെ മേൽ വന്നു. They anointed her with ointment and then elders prayed for her. എണ്ണപൂശി അവൾക്ക് സഭയിലെ മൂപ്പന്മാർ പ്രാർത്ഥിച്ചു. Within 10 minutes, she says, അവൾ പറയാണ് 10 മിനിറ്റിനുള്ളിൽ her weight increased from 22 kilos to about 50 kilos. അവളുടെ ഭാരം 22 കിലോയിൽ നിന്ന് 50ലേക്ക് എത്തി. Such a miracle, she was not able to control herself. അവൾക്ക് തന്നെ അടക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു അത്ഭുതം. As she was watching, flesh started fixing on her body. അവൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കൽ തന്നെ അവളുടെ ശരീരത്തിൽ മാംസം വെച്ച് പിടിപ്പിക്കപ്പെട്ടു. She was a person with humor, a funny person. വളരെ നർമ്മഭാവമുള്ളതായ ഒരു സ്ത്രീയാണ്. Funny person. You know what she said was, അവൾ എന്താണ് പറഞ്ഞത്? I prayed to God, Lord, let it not be too much. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്റെ തടി കൂടി പോകരുതേ. So then God healed her completely, you must understand. കർത്താവ് അവളെ സമ്പൂർണ്ണമായി സൗഖ്യമാക്കി. Not only in the first century, even in this century God is healing his people. 1-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല, ഈ നൂറ്റാണ്ടിലും ദൈവം തന്റെ ജനത്തെ സൗഖ്യമാക്കുന്നു. Then thirdly, there is one more group.
മൂന്നാമതായി മറ്റൊരു കൂട്ടം, They are called Satanists. അവർ സാത്താന്യ ആരാധനക്കാർ. They wholly entrust themselves and they make an agreement with Satan. അവർ പൂർണ്ണമായി തങ്ങളെ സാത്താന് വേണ്ടി വിട്ടുകൊടുത്ത് അവനുമായി നിയമത്തിലെത്തി. So then when I was serving the Lord in Dimapur, ഞാൻ ദീമാപൂരിൽ കർത്തൃ ശുശ്രൂഷ ചെയ്യുമ്പോൾ so then a person came to me and gave a form. ഒരു വ്യക്തി എന്റെ അടുക്കൽ വന്ന് ഒരു ഫോം നൽകി. It is an advertisement for recruitment for this satanic group. ഈ സാത്താന്യ ഗ്രൂപ്പിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുവാനുള്ളതായ ഒരു പ്രവേശനത്തിന്റെ അപേക്ഷാ ഫോമാണത്. In the heading it was mentioned as double bull or black bull or double bull or something like that. അതിന്റെ തലക്കെട്ടിൽ ഡബിൾ ബുൾ എന്നോ ബ്ലാക്ക് ബുൾ എന്നോ എഴുതിയിരുന്നു. 20 rupees for that form. ആ ഫോമിന് 20 രൂപ. So many conditions were mentioned there. അതിൽ പല നിബന്ധനകൾ ഉണ്ടായിരുന്നു. A believer brought that and showed this to me. ഒരു വിശ്വാസി വന്ന് എന്നോടത് കാണിച്ചു. At 12 o'clock in the night in Kohima War Memorial, they joined together and pray. അർദ്ധരാത്രിയിൽ 12 മണിക്ക് കൊഹിമയിലുള്ളതായ യുദ്ധസ്മാരകത്തിൽ അവർ ഒത്തുകൂടി പ്രാർത്ഥിക്കും. With dark garment, അവർ കറുത്ത അങ്കി ധരിക്കും. they pray to Satan. അവർ സാത്താനോട് പ്രാർത്ഥിക്കും. What are the conditions mentioned there? അവിടെ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ എന്ത്? I don't remember them all. എല്ലാം ഒന്നും ഓർമ്മയില്ല. One of them is you will be given a pet name. You will not be called by your original name. നിങ്ങളുടെ സ്വന്തം പേരിലില്ല, നിങ്ങൾക്ക് മറ്റൊരു പേര് നൽകപ്പെടും. Then afterwards, when you once join here, you cannot go out of them. ഒരിക്കൽ നിങ്ങൾ ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും വിട്ടുപോകുവാനാവില്ല. One word of advice for our parents: be careful about your children. Don't allow them to go with any friend. ആകയാൽ മാതാപിതാക്കളോട് ഒരു ബുദ്ധിപദേശം നൽകട്ടെ, നിങ്ങളുടെ കുട്ടികൾ ഏത് വിധത്തിലുള്ള കൂട്ടുകാരുമായും കൂട്ടുകൂടുവാൻ നിങ്ങൾ അനുവദിക്കരുത്. When they make agreement with Satan, then they are hooked. It will be difficult for them to come out from there. സാത്താന്യമായി നിയമം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ആ കൊളുത്തിൽ അവർ കുടുങ്ങിക്കഴിഞ്ഞ് പിന്നീട് ഒരിക്കലും രക്ഷപ്പെടുവാനാവില്ല. Some time back I came across a particular story of a doctor. His name was Dr. Bassett. ഡോക്ടർ ബെസറ്റ് എന്നതായ ഒരു വ്യക്തിയുടെ ചരിത്രം ഞാൻ കേൾക്കുവാനിടയായി. So then he was a Christian. താനും ഒരു ക്രിസ്ത്യാനിയായിരുന്നു. He had a clinic of his own. തനിക്ക് സ്വന്തമായ ഒരു ക്ലിനിക് ഉണ്ടായിരുന്നു. And he was not doing well. താൻ അത്രത്തോളം നല്ല രീതിയിലില്ല അത് കൊണ്ടുപോയത്. And he was in a discussion. He prayed to God, nothing happened. താൻ വളരെ ധൈര്യപ്പെട്ടു ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടന്നില്ല. Nothing happened to him. തനിക്കൊന്നും സംഭവിച്ചതുമില്ല. Then after he said, I prayed to God and nothing has happened. Okay, let me pray to Satan. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ക്ലിനിക്കിന് വലിയ പുരോഗതിയില്ല, ആകയാൽ സാത്താനോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം. Satan appeared unto him. സാത്താൻ തനിക്ക് പ്രത്യക്ഷനായി. And he had to sign a letter that his soul will be entrusted at the time of his death. His soul will be entrusted into the hands of Satan, and then he had to sign with blood. താൻ അതില് രക്തം കൊണ്ട് ഒരു ഒപ്പിടണമായിരുന്നു. തന്റെ ആത്മാവ് തന്റെ മരണശേഷം സാത്താന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കും. We have made agreement with Satan. We have made agreement with death and hell. അത് ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്, മരണത്തോടും പാതാളത്തോടും സാത്താനോടും നിയമം ചെയ്തിരിക്കുന്നു. From that time onwards, the business went up. അന്നു മുതൽ തന്റെ ആ വ്യാപാരം വളരെ പുരോഗതിയിലായി. Satan can make all people in that area sick and then make them come to his clinic, you see. സാത്താന് അവിടെയുള്ള ആളുകളെല്ലാം രോഗിയാക്കി ഈ ക്ലിനിക്കിൽ കൊണ്ടുവരിക എന്നുള്ളത് എളുപ്പകാര്യമാണ്. He made enough money. തനിക്ക് ധാരാളം പണം കിട്ടി. Then finally, at the time of his death, ഒടുവിൽ തന്റെ മരണവേളയിൽ okay, Satan said, give me your soul. സാത്താൻ പറഞ്ഞു, നിന്റെ പ്രാണനെ എനിക്ക് തരിക. No, I won't give my soul now. ഇല്ല, എന്റെ പ്രാണനെ ഞാനിപ്പോൾ നിനക്ക് തരികയില്ല. You exploited me all these days and you say that you won't give me your soul. അത് നീ എന്നോട് കരാറിലെത്തിയതാണല്ലോ, പ്രാണനെ തരാമെന്ന് പറഞ്ഞതാണല്ലോ. You know, he tortured him and then he made him run the whole place in that room. Then so many things and furniture were toppled there. സാത്താൻ തന്നെ വളരെയധികം ഉപദ്രവിച്ചു. താൻ ആ റൂമിൽ മുഴുവനുമായി ഓടി നടന്നു. അവിടെയുള്ളതായ ഫർണിച്ചറുകളെല്ലാം തട്ടിമറിച്ചിട്ടു. Then after nothing happened, he died. ഒന്നും സംഭവിച്ചില്ല, താൻ മരിച്ചു. Others came to know about this story because this paper which he had signed was there in that room. മറ്റുള്ളവർ ഈ കാര്യം മനസ്സിലാക്കിയത് താൻ ഒപ്പിട്ടതായ പേപ്പർ മറ്റുള്ളവർ വന്ന് കണ്ടപ്പോഴാണ്. So therefore, Satan wants to recruit as many souls to hellfire as possible. You must understand. ആകയാൽ പിശാച് തന്നാലാവുന്നിടത്തോളം നിത്യ നരകാഗ്നിയിലേക്ക് ആളുകളെ ചേർത്തുകൊണ്ടേയിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. Today you will have to come out of the grasp of the devil. ഇന്ന് പിശാചിന്റെ പിടുത്തത്തിൽ നിന്ന് പുറത്തേക്ക് വരിക. Whether it is spiritually or whether it is literally or ignorantly, unknowingly, you would have given yourself to the devil. ആത്മീയമായിട്ടോ അക്ഷരീകമായിട്ടോ
ഒരുപക്ഷെ നിങ്ങൾ അറിയാതെയോ പിശാചിനോടുള്ള നിയമത്തിൽ എത്തിയിരിക്കാം. Your friend would just say, I'll take you to a place, just come, nothing will happen. കൂട്ടുകാർ പറയും, നിന്നെ ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ല, ഒന്ന് വരിക. When you go there, you're hooked, you won't be able to come out of that place. അതെ, നീ അവിടെ ചെന്നാൽ നീ അവിടെ കുടുങ്ങിക്കഴിഞ്ഞു, പുറത്തു വരുവാൻ സാധ്യമല്ല. So the first covenant is the covenant with Satan, hell and death. ആകയാൽ ഒന്നാമത്തെ നിയമം എന്നത് സാത്താനോട്, മരണത്തോട്, പാതാളത്തോട്. Now we'll come to the second covenant. അടുത്തതായി രണ്ടാമത്തെ നിയമത്തിലേക്ക് വരാം. When we turn to the book of 2 Kings chapter 11 verse 17. 2 രാജാക്കന്മാർ 11-ാം അധ്യായം 17-ാം വാക്യം. അനന്തരം അവർ യഹോവയുടെ ജനമായിരിക്കുമെന്ന് യഹോയാദ യഹോവയ്ക്കും രാജാവിനും ജനത്തിനും മധ്യേയും നിയമം ചെയ്തു. And Jehoiada made a covenant between the Lord and the king and the people, that they should be the Lord's people, between the king also and the people. Praise be to God. ദൈവത്തിന് സ്തോത്രം. This is the second covenant I would like to mention about. ഞാൻ ഇവിടെ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ നിയമം ഇതാണ്. In other words, it is covenant to be Lord's people. യഹോവയുടെ ജനമായിരിക്കും എന്നുള്ളതായ ഒരു നിയമം. Also read from the book of Deuteronomy chapter 5 verse 2. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം മുതൽ വായിക്കുക. നമ്മുടെ ദൈവമായ യഹോവ ഹോരേബിൽ വെച്ച് നമ്മോടൊരു നിയമം ചെയ്തുവല്ലോ. ഈ നിയമം യഹോവ നമ്മുടെ പിതാക്കന്മാരോടല്ല, നമ്മോട് ഇന്ന് ഇവിടെ ജീവനോടിരിക്കുന്ന നമ്മോടൊക്കെയും തന്നെ ചെയ്തത്. The Lord our God made a covenant with us in Horeb. The Lord made not this covenant with our fathers, but with us, even us, who are all of us here alive this day. Praise be to God. ദൈവത്തിന് സ്തോത്രം. What was that covenant? എന്തായിരുന്നു ആ നിയമം? That we will be Lord's people. നാം യഹോവയുടെ ജനമായിരിക്കും. We don't belong to anyone else. നാം മറ്റാർക്കുമായിരിക്കുകയില്ല. That begins in the experience of salvation. ഇത് രക്ഷയുടെ അനുഭവത്തിൽ ആരംഭിക്കുന്നു. When we confess our sins to the Lord. പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറയുമ്പോൾ, When we have the assurance that all our sins are forgiven. പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചു എന്നുള്ള ഉറപ്പ് ലഭിക്കുമ്പോൾ, If there is anyone here who has not made a covenant, it is high time that you do it today. കർത്താവിനോട് അങ്ങനത്തെ നിയമം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യേണ്ട തക്ക സമയം ഇതത്രേ. Today is the day of salvation. Today is the acceptable time. ഇതാകുന്നു രക്ഷാദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. Don't boast of tomorrow, it is mentioned. ആകയാൽ നാളെയെക്കുറിച്ച് പ്രശംസിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു. We don't know what will happen within one day. ഒരു നാൾക്കുള്ളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. Today is yours. God has given you today. Tomorrow is not yours. ദൈവം ഇന്ന് നിനക്ക് തന്നിരിക്കുന്നു. ഈ ദിവസം നിനക്കുള്ളതാണ്, നാളെ നിനക്കുള്ളതല്ല. There was a young lady. ഒരു യുവതി ഉണ്ടായിരുന്നു. And then she was walking in her own path. She was walking, living in her own way. അവൾ തന്റെ സ്വന്തമായ വഴികളിൽ നടന്നുകൊണ്ടിരുന്നു. And she wanted to live according to the pleasures of her flesh and mind. അവൾ തന്റെ ജഡത്തിനും മനോവികാരത്തിനും ഇഷ്ടമായത് ചെയ്തു ജീവിച്ചു. She heard the word of God once. ഒരു നാളിൽ ദൈവശബ്ദം കേട്ടു. The Spirit of God started dealing with her. ദൈവത്തിന്റെ ആത്മാവ് അവളോട് ഇടപെടുവാൻ തുടങ്ങി. He said, today you entrust yourself in the hands of God. ഇന്ന് നിന്നെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം. But she was not willing to do that. എന്നാൽ അത് ചെയ്യുവാൻ അവൾക്ക് മനസ്സിലായിരുന്നു. She said, after 1 month, I will entrust myself into God's hands. കർത്താവേ, ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ജീവിതത്തെ നിനക്കായി വിട്ടുതരാം. Again the Spirit of God started dealing with her. വീണ്ടും ദൈവത്തിന്റെ ആത്മാവളോട് ഇടപെടുവാൻ തുടങ്ങി. She cut it down to 1 week. അവൾ അതിനെ ഒരാഴ്ചയായി ചുരുക്കി. Spirit of God could not tolerate her. He said, no, today. ദൈവത്തിന്റെ ആത്മാവിന് അത് സമ്മതിക്കുവാൻ സാധിച്ചില്ല. അത് പോരാ, ഇന്ന് തന്നെയാണ് നീ സമർപ്പിക്കേണ്ടത്. Word of God says, my spirit will not strive with man always. ദൈവത്തിന് ഇപ്രകാരം പറയുന്നല്ലോ, എന്റെ ആത്മാവ് മനുഷ്യനോട് സദാകാലവും വാദിക്കുകയില്ല. Then finally she could not bear that. She said, tomorrow I will entrust. ഒടുവിൽ അത് സഹിക്കാൻ കഴിയാതെ അവൾ പറഞ്ഞു, നാളെ ഞാനത് ചെയ്തുകൊള്ളാം. You know what happened that day? അന്ന് സംഭവിച്ചത് എന്താണെന്ന് അറിയാം. She had promised to go for a ballroom dance with a young man. അവിടെ അവൾ ഒരു യൗവനക്കാരനോടുകൂടി ഒരു പ്രത്യേകമായ ഒരു ഡാൻസിന് പോകാമെന്ന് സമ്മതിച്ചിരുന്നു. And she didn't want to miss that. അത് വിട്ടുകളയാൻ അവൾ താല്പര്യപ്പെട്ടില്ല. She went to that ballroom dance. അവൾ അവിടെ ആ ഡാൻസിന് ചെന്നപ്പോൾ, went back to her room. അവൾ തിരിച്ച റൂമിലേക്ക് വന്നപ്പോൾ, then afterwards morning when they knocked at the door, she would not open the door. അവൾ ആ ഡാൻസിന് പോയി തിരിച്ച റൂമിൽ വന്നു. പിറ്റേന്ന് ആളുകൾ ചെന്ന് അവളുടെ റൂമിന്റെ വാതിൽക്കൽ മുട്ടിയപ്പോൾ തുറന്നില്ല. When they forced open the door, they found her corpse there. അവർ ബലം പ്രയോഗിച്ച് വാതിൽ തുറന്നപ്പോൾ അവളുടെ മൃതദേഹം കണ്ടു. Beloved brother, beloved sister, today is a day of salvation. Today is the acceptable time. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇന്ന് രക്ഷാദിവസം, ഇതാണ് സുപ്രസാദ കാലം. Today is the time for you to obey the Lord in the waters of baptism. ഇന്ന് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ അനുസരിക്കുവാനുള്ള ദിവസമാണ്. In salvation, you are joining with Christ.
രക്ഷയിൽ നിങ്ങൾ ക്രിസ്തുവിനോട് ചേരുന്നു. In water baptism, you are buried with Christ. ജലസ്നാനത്തിൽ നിങ്ങൾ ക്രിസ്തുവിനോട് അടക്കം ചെയ്യപ്പെടുന്നു. You heard certain things about the truth of water baptism. അത് ജലസ്നാന സത്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. Praise be to God. ദൈവത്തിന് സ്തോത്രം. Have you taken true water baptism? നിങ്ങൾ യഥാർത്ഥ സ്നാനം സ്വീകരിച്ചിട്ടുണ്ടോ? What are the conditions that you will have to fulfill? നിങ്ങൾ നിറവേറ്റേണ്ടതായ നിബന്ധനകൾ എന്തൊക്കെ? You will hear more on this in our regular Bible studies and so on. അവിടെ നമ്മുടെ തുടർച്ചയായ ബൈബിൾ സ്റ്റഡികളിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാം. In water baptism, you are buried with Jesus Christ. ജലസ്നാനത്തിൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി അടക്കം ചെയ്യപ്പെടുന്നു. You heard a good message yesterday, and then you will become like the soil. ഇന്നലെ നിങ്ങൾ നല്ലൊരു സന്ദേശം കേട്ടുവല്ലോ, നിങ്ങളും ആ മണ്ണായി മാറുന്നത് പോലെ. So therefore, today is the time for you. Don't delay. And then you have got a beautiful opportunity during this convention also to obey him in the waters of baptism. ആകയാൽ ഇന്ന് തന്നെ നിങ്ങൾ അനുസരിക്കുക. ഈ കൺവെൻഷനിലും നിങ്ങൾക്ക് സ്നാനപ്പെടുവാൻ ഒരു നല്ല അവസരം ഒരുക്കപ്പെട്ടിട്ടുണ്ട്. So you should become God's people. You should become God's people. You should come out of the grasp of the devil. നിങ്ങൾ ദൈവത്തിന്റെ ജനമായി തീരേണ്ടവരാണ്. പിശാചിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ദൈവജനമായി തീരുക. You must understand one thing. The moment you come out of the grasp of the devil, you should become God's people. You cannot be in between. നോക്കുക, ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾ പിശാചിന്റെ കണിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ ദൈവജനമായി തീരും. അതിനിടയ്ക്ക് ഒരു സ്ഥലമില്ല. Praise be to God. ദൈവത്തിന് സ്തോത്രം. When you come out of evil things, you should start doing good things. നിങ്ങൾ ദോഷമായ കാര്യങ്ങൾ വിട്ടുവരുമ്പോൾ നല്ലത് ചെയ്യുവാൻ തുടങ്ങും. There is nothing called morality in Christianity. ക്രിസ്തീയ മാർഗത്തിൽ ധാർമ്മികത അല്ലെങ്കിൽ സാൻമാർഗികത എന്നൊന്നില്ല. What is our argument? എന്താണ് അവരുടെ വാദഗതികൾ? I'm not as bad as others. ഞാൻ മറ്റുള്ളവരെ പോലെ മോശക്കാരനല്ല. I'm faithful to my wife and children. ഞാൻ എന്റെ ഭാര്യയോടും മക്കളോടും വിശ്വസ്തത പുലർത്തുന്നു. I don't harm anyone. I don't murder anyone. I don't steal anyone. ഞാൻ ആർക്കും ദോഷം ചെയ്യുന്നില്ല, കൊല്ലുന്നില്ല, മോഷ്ടിക്കുന്നില്ല. I'm faithful to the government also. ഞാൻ ഭരണകൂടത്തിന് മുൻപിലും വിശ്വസ്തനാണ്. There are so many non-Christians who are living such a life. അത് ഇങ്ങനെയുള്ളതായ ജീവിതം നയിക്കുന്ന ധാരാളം അക്രൈസ്തവരുമുണ്ട്. No, it is high time that you make a covenant with God to be God's people. എന്നാൽ അങ്ങനെയില്ല. നീ ദൈവത്തിന്റെ ജനമായിരിക്കേണ്ടതിന് ദൈവത്തോട് ഉടമ്പടി ചെയ്യേണ്ടതായ തക്ക സമയമാണിത്. Now we'll come to the third covenant. മൂന്നാമത്തെ നിയമത്തിലേക്ക് ഇപ്പോൾ വരാം. When we turn to the book of Hebrews chapter 10 verses 14 to 16. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 14 മുതൽ 16 വരെ. There it is mentioned about the baptism, the Holy Spirit, experience of the baptism of the Holy Spirit. അവിടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ അനുഭവം കാണാം. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷീകരിക്കുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിന്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാനിനി ഓർക്കുകയുമില്ല എന്ന് അരുളി ചെയ്യുന്നു. For by one offering he hath perfected forever them that are sanctified, whereof the Holy Ghost also is a witness to us. For after that he had said before, this is the covenant that I will make with them after those days, said the Lord. I will put my laws into their hearts, and in their minds will I write them, and their sins and iniquities will I remember no more. So this is the verse which was prophesied through prophet Jeremiah in the book of Jeremiah chapter 31. ഇരെമ്യാ പ്രവാചകനിലൂടെ നൽകപ്പെട്ടതായ ഒരു പ്രവചനമാണ്. ഇരെമ്യാ പ്രവചന പുസ്തകം 31-ാം അധ്യായത്തിൽ ഇത് കാണാം. This is a future covenant. ഇത് ഒരു ഭാവി നിയമം. There will be days, during those days I will make a covenant with my people. ഞാൻ എന്റെ ജനത്തോട് നിയമം ചെയ്യുന്നതായ ഒരു കാലം നാളുകൾ വരുന്നു. All these days laws were given on the tables of stone. അതുവരെ ദൈവത്തിന്റേതായ കൽപ്പനകളെല്ലാം കൽപ്പലകകളിൽ നൽകിയിരുന്നു. But now, hereafter, I will give them the law in their heart. I will put the law in their heart and write them in their mind. എന്നാൽ ഇത് മുതൽ ഞാൻ ന്യായപ്രമാണം അവരുടെ ഉള്ളിൽ ആക്കി അവരുടെ മനസ്സിൽ എഴുതും. Here it is mentioned that it is through the baptism of the Holy Spirit. ഇത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. Dear child of God, you call yourself to be a Christian. Have you received the baptism of the Holy Spirit? പ്രിയ ദൈവമൈതലേ, നീ നിന്നെ തന്നെ ഒരു ക്രിസ്ത്യാനി എന്ന് വിളിക്കുമ്പോഴും നീ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? I will pour out of my spirit upon all flesh is the promise of God. ദൈവ സകലജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരുമെന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. It is the Holy Spirit which is able to transform our lives, transform our character. നമ്മുടെ ജീവിതത്തെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിനത്രേ. You may be putting your efforts, you may be striving against sin, you may be striving against your old man's nature, but you need the baptism of the Holy Spirit. It is like a weapon.
നിങ്ങൾ പാപത്തിനെതിരായി പോരാടുവാൻ, പഴയ മനുഷ്യന്റെ സ്വഭാവങ്ങൾക്കെതിരായി പോരാടുവാൻ നിങ്ങളാൽ ആവുന്നത് പ്രയത്നിച്ച് പരിശ്രമിക്കുമായിരിക്കാം. എന്നാൽ അത് സാധ്യമല്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾക്ക് ഒരു ആയുധം പോലെയത്രേ. You would have taken water baptism, but have you received the baptism of the Holy Spirit? നിങ്ങൾ ജലസ്നാനം സ്വീകരിച്ചിരിക്കാം, എന്നാൽ പരിശുദ്ധാത്മ സ്നാനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? This is the promise which was mentioned through Isaiah and through Joel and few other prophets. യെശയ്യാ പ്രവാചകൻ, യോവേൽ പ്രവാചകൻ, ഇങ്ങനെ ഇത്യാദി പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ട വാഗ്ദത്തമാണിത്. I will speak to this people with unknown tongues and with other lips. ഈ ജനത്തോട് അന്യഭാഷയിൽ ഞാൻ സംസാരിക്കും. What is mentioned in the book of Joel chapter 2 verse 28? യോവേൽ 2:28 എന്താണ് പറഞ്ഞിരിക്കുന്നത്? And I will pour out of my spirit upon all flesh, it is mentioned. ഞാൻ സകല ജഡത്തിന് മേൽ എന്റെ ആത്മാവിനെ പകരുമെന്നത്രേ അവിടെ പറഞ്ഞിരിക്കുന്നത്. Irrespective of caste, creed, religion, caste, class, God is anointing His people. ജാതി, വർണ്ണ, വർഗ, വംശവ്യത്യാസമില്ലാതെ കർത്താവ് തന്റെ ജനത്തെ അഭിഷേകം ചെയ്യുന്നു. Have you received the baptism of the Holy Spirit? ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചുവോ? God has given us so many opportunities for us. ദൈവം നമുക്ക് ധാരാളം അവസരങ്ങൾ ഒരുക്കി തരുന്നു. And we let go of those opportunities. Let God give me, let God give me, let God give me. ദൈവം തരട്ടെ, ദൈവം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസരങ്ങളെയൊക്കെയും നമ്മൾ വാഴാക്കിക്കൊണ്ടിരിക്കുന്നു. I don't know about the believers of Trivandrum. തിരുവനന്തപുരത്തെ വിശ്വാസികളുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. In some places where I have said there are believers who have not received the Holy Spirit for 30-40 years. എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിൽ 30-40 വർഷമായിട്ട് പോലും അഭിഷേകം പ്രാപിക്കാത്ത വിശ്വാസികളുണ്ട്. They try to put the ball in God's court. അവർ പന്ത് കർത്താവിന്റെ കളത്തിലേക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. I prayed, I have attended tarrying meetings, so I could not receive the Holy Spirit. So then it's not my mistake. God has not given me. ഞാൻ പ്രാർത്ഥിച്ചു, കാത്തിരിപ്പ് യോഗങ്ങളിലൊക്കെ പങ്കെടുത്തു, എനിക്ക് അഭിഷേകം കിട്ടിയില്ല, എന്റെ കുറ്റമൊന്നുമില്ല, ദൈവം തരാത്തത് കൊണ്ടല്ലേ. This reminds me of a particular story. ഇത് എന്നെ ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കുന്നു. A young man fell in love with a rich man's girl. ഒരു യുവാവ് സമ്പന്നന്റെ മകളുമായി പ്രണയത്തിലായി. Daughter. സമ്പന്നന്റെ മകളുമായി പ്രണയത്തിലായി. He was head over heels in love with her, and then he said, I would like to get married to her. He was in love with her. He wanted to get married with her. അവളെ കല്യാണം കഴിക്കുവാൻ ഇവന് വലിയ മോഹമായി. She approached the girl's father. ആ പെൺകുട്ടിയുടെ പിതാവിനെ സമീപിച്ചു. And he put a condition to him. എന്നാൽ താൻ ഒരു നിബന്ധന പ്രകാരം വെച്ചു. Okay, I'll have her married to her, but provided you fulfill these conditions. എന്റെ മകളെ നിനക്ക് കല്യാണം കഴിപ്പിച്ചു തരാം, പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യണം. You know, there is a barn there, there is a gate there. Barn, B-A-R-N. അവിടെ ഒരു കളപ്പുരയുണ്ട്, അതുപോലെ തന്നെ ഒരു ഗേറ്റുമുണ്ട്. So then, I let loose 3 bulls from there. ഞാൻ അവിടെ നിന്ന് 3 കാളകളെ അഴിച്ചുവിടും. So then, 3 bulls. 3 കാളകളെ അഴിച്ചു, one after the other. ഒന്നിന് പിറകെ മറ്റൊന്ന്. If you take hold of the tail of any one of them, ഏതെങ്കിലും ഒന്നിനെ വാലിൽ പിടിച്ച് അടക്കി നിർത്താൻ സാധിക്കുമെങ്കിൽ, so then I'll get my daughter married to you. എന്റെ മകളെ നിനക്ക് കല്യാണം കഴിപ്പിച്ചു തരാം. Okay, then he waited for that. അവൻ അതിനെ ഒരുങ്ങി. Then he let loose a particular ox. ആദ്യം ഒരു കാളയെ അഴിച്ചുവിട്ടു. It came huffing and snuffing. അതിങ്ങനെ മുഖറയിട്ടുകൊണ്ടൊക്കെ ഓടി വന്നു. Oh, very strong. വളരെ ബലമുള്ള ഒന്ന്. And he said, no. ഓ വയ്യ. So then he allowed it to go through that. അതിനെ അങ്ങ് വിട്ടു. Then afterwards again, one more. അതിനുശേഷം വീണ്ടും ഒരു കാള. And next one will be easy for me, he thought. അവൻ ചിന്തിച്ചു, അടുത്ത് വരുന്നതിനെ അടക്കാൻ അല്പം എളുപ്പമായിരിക്കും. Then next one was much more fierce. എന്നാൽ പിന്നീട് വന്നത് അതിനേക്കാൾ നല്ല ശൗര്യമുള്ള മറ്റൊരു കാള. But anyway, let it also go. Third one will not be as bad as this. ഇതും പോട്ടെ, മൂന്നാമത്തതിനെ അടക്കാൻ സാധിക്കും. Then it was so weak, third one. മൂന്നാമതായി വളരെ ദുർബലമായ ഒരു കാള. He thought, okay, that is my bull actually. ഓ, ഇത് എനിക്ക് വേണ്ടിയുള്ള കാളയാണെന്ന് കരുതി. He waited there at the right time as it passed by. എന്നാൽ അവൻ നോക്കുന്നു, അത് പോയ സമയത്ത് he tried to catch hold of his tail, but unfortunately he did not have a tail. ചെന്നപ്പോൾ വാലിൽ പിടിക്കാമെന്ന് എന്നതാണ്, പക്ഷെ അവന്റെ ഭാഗ്യക്കേടെന്ന് പറയാം, അതിന് വാലില്ല. So this is what happened to her. ഇതാണ് സംഭവിച്ചത്. So many youth meetings would have come and gone. അനേക യുവജന മീറ്റിംഗുകൾ വരുന്നു പോകുന്നു. So many conventions come and go. അനേക കൺവെൻഷനുകൾ വരുന്നു പോകുന്നു. No, next meeting, Easter prayer, I'll be in the presence of God and receive the Holy Spirit. അടുത്ത യോഗത്തിലാകട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാത്തുകാത്തിരിക്കുന്നു. So therefore,
all our efforts will be today during this convention. You will have to receive the Holy Spirit. ആകയാൽ ഈ കൺവെൻഷനിൽ ഈ നാളുകളിൽ തന്നെ നിങ്ങൾ ആകുന്നത് ശ്രമിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊള്ളുക. We have frittered, we have let go, we allowed so many beautiful opportunities to go. എത്രയോ മനോഹരമായ അവസരങ്ങൾ കൈവിട്ടു പോകുവാൻ നമ്മൾ ഇടം കൊടുത്തു. Today is your time, today is time. Go to the presence of God, somehow cry in the presence of God and be anointed with the Holy Spirit. ആകയാൽ ഇന്ന് ദൈവം നിനക്ക് അനുവദിച്ചു വന്നിരിക്കുന്ന സമയമാണ്. ദൈവസേനയിൽ ചെന്ന് നീ ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ച് അഭിഷേകം പ്രാപിക്കുക. The word of God clearly states, Jesus has mentioned, verily, verily I say unto you, unless you are born of water and of spirit, you shall not enter into the kingdom of God. ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. You wait in the presence of God, God will anoint you. ദൈവസേനകൾ കാത്തിരിക്കൂ, ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യും. If you are faithful to your wife, how much more? If you are faithful to your wife and if you are faithful to your children, how much more will your God be faithful to you? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് നിങ്ങളുടെ മക്കളോട് വിശ്വസ്തനാണെങ്കിൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങളോട് എത്രമാത്രം വിശ്വസ്തനായിരിക്കും. When He has promised, He will definitely do it in your life. അവൻ നിങ്ങൾക്ക് വാഗ്ദത്തം തന്നെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത് നിറവേറ്റും. And then there will be a great transformation in your life also. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരവും സംഭവിക്കും. So therefore Jesus is coming soon. So therefore don't waste your time. ആകയാൽ ഇതാ യേശു വേഗം വരികയാൽ സമയം പാഴാക്കരുത്. As far as others are concerned, മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ don't miss tarrying meetings. കാത്തിരിപ്പ് യോഗങ്ങൾ പാഴാക്കരുത്. As far as some of us are concerned, only Sunday morning service. ചിലരെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ചത്തെ സഭായോഗം മാത്രം. We think that we are all matured and then tarrying meetings and Bible studies are not for us. ഒരുപാട് പക്വതയൊക്കെ ആയിക്കഴിഞ്ഞു, ഒരുപാട് അങ്ങ് വളർന്നു കഴിഞ്ഞു, ഇനി ബൈബിൾ ക്ലാസും കാത്തിരിപ്പൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. Oh, that is all for new believers, you see, because they are not matured, they are not established in this truth. അതൊക്കെ പുതിയ ആത്മാക്കൾക്കാണ്, അവർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടല്ലോ, അവരിതൊക്കെ പഠിക്കട്ടെ. Oh, we need a transformation in our lives. അതെ, നമുക്ക് ജീവിതത്തിൽ രൂപാന്തരം വേണം. There is something called the nature of the old man which keeps struggling against us day after day. നമുക്കെതിരായി ഓരോ നാളും പോരാടുന്ന പഴയ മനുഷ്യന്റെ സ്വഭാവമുണ്ട്. We need the power of the Holy Spirit to subjugate all these demonic powers. ഈ വിധമായ വൈശാചിക ശക്തികളെല്ലാം ജയിക്കുവാൻ നമുക്ക് ദൈവത്തിന്റെ ശക്തി വേണം. Where there is spirit, there is liberty, it is mentioned. കർത്താവിന്റെ ആത്മാവിലെടുത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. There is a wonderful story about Wales revival. വെയിൽസ് ഉണർവ് എന്നുള്ളതിനെ കുറിച്ച് ഒരു നല്ലൊരു കഥയുണ്ട്. There was a revival in Wales in 1910 or 1908, I'm not sure. 1908-ലോ 10-ലോ വെയിൽസ് നാടുകളിൽ ഒരു വലിയ ഉണർവുണ്ടായതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. The power of God came upon them. ദൈവശക്തി അവരുടെ മേൽ വന്നു. They could not control themselves. അവർക്ക് തങ്ങളെ തന്നെ അടക്കുവാൻ കഴിഞ്ഞില്ല. When there was a revival in Wales, ആ വെയിൽസിൽ ഉണർവുണ്ടായപ്പോൾ so there was a football match. അവിടെ ഒരു ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു. There was a football match, but on that particular day they saw they were neither spectators nor players. എന്നാൽ ആ കളിയുടെ ആ ദിവസത്തിൽ നോക്കിയാൽ കാണികളുമില്ല, കളിക്കാരുമില്ല. They had paid money for that. അതിനുവേണ്ടി പണം കൊടുത്തതാണ്. But at the same time it was all empty. എന്നാൽ അന്ന് അത് ഒഴിഞ്ഞു കിടന്നു. They were all attending revival meeting. We said, no, we don't want football match. Let us go to the revival match. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഫുട്ബോൾ കളിയൊന്നും വേണ്ട, ഞങ്ങൾ ഉണർവ് യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. Then afterwards, brothels went out of business. Warehouses or harlot houses. ഈ വേശ്യാലയങ്ങളിൽ പോകുന്നതായ ആളുകൾ that went out of business. അതെല്ലാം നിർത്തി. And then they were attending, these harlots were attending Bible studies. അങ്ങനെയുള്ളതായ അഭിസാരികകൾ ഉണർവ് യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു. Liquor shops, wine shops went out of business. മദ്യഷാപ്പുകളിൽ കച്ചവടമില്ലാതെയായി. They all had to close their business. അവരെല്ലാം കച്ചവടം നിർത്തേണ്ടി വന്നു. No rehabilitation center will be able to transform man. പുനരധിവാസ കേന്ദ്രങ്ങൾ മനുഷ്യന് രൂപാന്തരം വരുത്തുകയില്ല. But it is the baptism of the Holy Spirit which can transform human beings. അതേ മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് മാത്രം. The word of God says, where there is spirit, there is liberty. ദൈവവചനം പറയുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. But during Wales revival, there was only one problem. എന്നാൽ ഈ വെയിൽസ് ഉണർവ് കാലയളവിൽ ഒരേ ഒരു പ്രശ്നം മാത്രം. You know what was that? എന്താണെന്നറിയാമോ? Horses would not obey their masters. കുതിരകൾ തങ്ങളുടെ യജമാനന്മാരെ അനുസരിക്കുന്നില്ല. You know earlier what was happening? മുൻപ് എന്ത് സംഭവിക്കുമായിരുന്നു? These horses were trained to respond to profanity. When that master would use their filthy language, so the horse knows how to obey. അനുസരിപ്പിക്കുവാൻ ചീത്തവാക്കാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
then it would obey. ആ ചീത്തവാക്ക് കേൾക്കുമ്പോഴാണ് കുതിരകൾ അനുസരിച്ചുകൊണ്ട്. Now these masters became saints now. എന്നാൽ ഇപ്പോൾ ഈ കുതിരകളുടെ ഉടമസ്ഥന്മാർ വിശുദ്ധന്മാരായി മാറി. They stopped using vulgar language. ഇപ്പോൾ ഈ ചീത്തവാക്ക് പറയുന്നത് നിർത്തി. They were transformed. They started speaking pure language. അവർ രൂപാന്തരപ്പെട്ടിട്ട് നല്ല ഭാഷ പറയാൻ തുടങ്ങി. Vulgar words of swearing and vulgar language would not proceed from their mouth. അവരുടെ വായിൽ നിന്ന് ചീത്തവാക്കുകൾ മോശവാക്കുകൾ പുറപ്പെട്ടില്ല. But these horses did not know to respond. എന്നാൽ ഈ കുതിരകൾക്ക് ഇതിനോട് പ്രതികരിച്ച് പരിചയമില്ല. Again they had to retrain the horses. വീണ്ടും അവർ കുതിരകൾക്ക് വീണ്ടും പരിശീലനം കൊടുക്കേണ്ടി വന്നു. Apart from that, everything else was fine. അങ്ങനെ എല്ലാ വിധത്തിലും നന്നായി മാറി. This is what the baptism, the Holy Spirit able to do. പരിശുദ്ധാത്മാവിന് ഇതൊക്കെ ചെയ്യുവാൻ സാധിക്കും. Dear brother, sister, mother, father, do you believe that your son can be transformed, your daughter can be transformed? സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ രൂപാന്തരപ്പെടുമെന്ന് വിശ്വസിക്കുക. So therefore law will not transform them. നിയമത്തിന് അവരെ മാറ്റുവാൻ സാധ്യമല്ല. Rehabilitation centers will not transform them. പുനരധിവാസ കേന്ദ്രങ്ങൾ അവരെ മാറ്റുകയില്ല. But there is something called baptism, the Holy Spirit, that can transform them. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനോ അവരിൽ സമൂലമായ ഒരു മാറ്റം വരുത്തുവാൻ സാധിക്കും. This evening the power of the Lord is in our midst. ഈ സന്ധ്യാവേളയിൽ ദൈവാത്മശക്തിയുടെ വ്യാപരിക്കുന്നു. Let the power of God come upon us. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരട്ടെ. Let hardened hearts be broken. കഠിന ഉള്ളങ്ങൾ തകരട്ടെ. I would like to sing a song, ഒരു പാട്ട് പാടുവാൻ an ആഗ്രഹിക്കുന്നു. old song which you all know by heart. വളരെ പഴയൊരു പാട്ടാണ്, നിങ്ങൾക്കെല്ലാം മനഃപ്പാഠമായ. Every hardened heart must be broken. കല്ലുപോലുള്ള ഉള്ളങ്ങളെല്ലാം ഇന്ന് തകരയണം. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. Let an anointing come upon us. ഒരു അഭിഷേകം നമ്മുടെ മേൽ വരും. Let every hardened heart be broken. എല്ലാ കഠിന ഉള്ളങ്ങളും വെളികട്ടെ. കല്ലുപോലുള്ള എല്ലാ Praise the Lord, praise the Lord, praise the Lord. Hallelujah. ഹല്ലേലൂയ. We'll come to the fourth covenant. നാലാമത്തെ നിയമത്തിലേക്ക് വരാം. When we turn to the book of Jeremiah chapter 50 verses 4 and 5. യെരമ്യാ പ്രവചനം 50-ാം അധ്യായം 4-5 വാക്യം. ആ നാളുകളിൽ ആ കാലത്ത് ഇസ്രായേൽ മക്കളും യഹൂദ മക്കളും ഒരുമിച്ച് കരഞ്ഞുകൊണ്ടുവന്ന് തങ്ങളുടെ ദൈവമായ യഹോവയെ അന്വേഷിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ സിയോനിലേക്ക് മുഖം തിരിച്ച് അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട്, വരുവിൻ, മറന്നുപോകാത്തതായ ഒരു ശാശ്വത നിയമത്താൽ നമുക്ക് യഹോവയോട് ചേർന്നുകൊള്ളാം എന്ന് പറയും. In those days and in that time, said the Lord, the children of Israel shall come, they and the children of Judah together, going and weeping. They shall go and seek the Lord their God. They shall ask the way to Zion with their faces to the word, saying, come and let us join ourselves to the Lord in a
perpetual covenant that shall not be forgotten. Praise be to God. ദൈവത്തിന് സ്തോത്രം. This has got a literal fulfillment. This has got a spiritual fulfillment. ഇതിന് ഒരു അക്ഷരീകമായ നിറവേറലുണ്ട്, ഒരു ആത്മീയ സാക്ഷാത്കാരവുമുണ്ട്. So this will literally get fulfilled during millennium. ഇത് 1000 ആണ്ട് വാഴ്ച കാലയളവിൽ അക്ഷരീകമായി നിറവേറും. But there is a spiritual fulfillment now, right now. എന്നാൽ ഇപ്പോൾ ഈ കാലയളവിൽ ഇതിനൊരു ആത്മീയമായ ഒരു സാക്ഷാത്കാരമുണ്ട്. Our youths will come crying, asking you to show the way to Zion. നമ്മുടെ യൗവനക്കാർ കരഞ്ഞുകൊണ്ടുവന്ന് സിയോനിലേക്കുള്ള വഴിയെ ചോദിക്കും. This has got a perpetual covenant. This is called perpetual covenant. ഇതൊരു ശാശ്വതമായ നിയമം എന്ന് വിളിക്കപ്പെടും. Till now you were listening to the word of God. ഇതുവരെ നിങ്ങൾ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. You were very happy to hear about other things. മറ്റു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് വലിയ സന്തോഷമായി. But as far as this aspect is concerned, how many of you are happy to send your children for the Lord's work? എന്നാൽ ഈ കാര്യത്തിൽ കർത്താവിന്റെ വേലയ്ക്കായി മക്കളെ കൊടുക്കുന്ന വിഷയത്തിൽ നിങ്ങൾ എത്ര പേർ സന്തോഷമുള്ളവരാണ്? According to Pastor S.B. Ernest, പാസ്റ്റർ എസ്.ബി. ഏർണസ്റ്റ് അവർ പറയുന്നത് പോലെ, he said the last revival will be the revival for Zion. താൻ പറഞ്ഞത് അന്തിമ ഉണർവെന്നത് സിയോന് വേണ്ടിയുള്ള ഉണർവായിരിക്കും. You will not go here and there. You will not go to passport office here and there and say, what is the way for me to go to Dubai, America and other places? പാസ്പോർട്ട് ഓഫീസിലൊക്കെ ചെന്ന് ദുബായിലേക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള വഴി എന്താണെന്ന് ചോദിക്കുകയില്ല. They will ask the way for Zion. What should I do to go to Zion? അവർ ചോദിക്കുന്നത് ഇപ്രകാരമായിരിക്കും, സിയോനിലേക്ക് പോകുവാനുള്ള വഴി എന്താണ്, ഞാനെന്ത് ചെയ്യണം? There are youths meant for Zion even here also tonight. സിയോന് വേണ്ടിയുള്ളതായ യൗവനക്കാർ ഇന്ന് രാത്രിയിൽ ഇവിടെയുമുണ്ട്. Today you make a covenant with God. ഇന്ന് ദൈവത്തോട് ഒരു നിയമം ചെയ്യുവീൻ. There are youths whom the Lord will anoint you. If you desire, God will give a fresh anointing upon you. നിങ്ങൾ ആഗ്രഹിച്ചാൽ കർത്താവ് നിങ്ങളുടെ മേൽ ഒരു പുതിയ അഭിഷേകത്തെ പകരും. They will come crying. They cannot remain at home hereafter. അത് ഏതു മുതൽ നിങ്ങൾ വീട്ടിലെടുക്കുവാൻ കഴിയുകയില്ല. അതിനുവേണ്ടി നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കും. So that I cannot remain at home any longer. ഇല്ല, ഇനി എനിക്ക് ഈ വീട്ടിൽ പാർക്കുവാൻ സാധ്യമല്ല. I cannot remain with my family. ഞാൻ എന്റെ കുടുംബത്തിൽ പാർക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. I'm not able to concentrate on my studies. എന്റെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നില്ല. I'm not able to study. I'm not able to continue in my job. പഠിക്കാനോ ജോലി ചെയ്യുവാനോ സാധിക്കുന്നില്ല. 2 weeks back what happened? 2 ആഴ്ചകൾക്ക് മുമ്പേ സംഭവിച്ചൊരു കാര്യം. In Delhi Center, in one of the local faith, a girl who was doing her MSc. ഡൽഹി സെന്ററിലെ ഒരു പെൺകുട്ടി താൻ MSc ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. Final semester, one more semester left. ഇനി ഒരേ ഒരു സെമസ്റ്റർ മാത്രമേ ഉള്ളൂ. She told her mama, I won't be able to continue. അവൾ മമ്മിയോട് പറഞ്ഞു, ഇല്ല, ഞാൻ ഈ പഠനം തുടരുന്നില്ല. Nobody forced her. ആരും അവളെ നിർബന്ധിച്ചില്ല. Spirit of God came upon her. ദൈവാത്മാവ് അവളുടെ മേൽ വന്നു. She said, I won't be able to continue hereafter. അവൾ പറഞ്ഞു, ഇതുമുതൽ പഠനം തുടരുവാൻ എനിക്ക് സാധ്യമല്ല. So then I said, okay, come along to the faith home. Now she's in Delhi faith home now. ഞാൻ പറഞ്ഞു, നീ വിശ്വാസ വീട്ടിലേക്ക് വരിക. അവളിപ്പോൾ ഡൽഹി വിശ്വാസ വീട്ടിലുണ്ട്. Dear child of God, the voice is resounding in heaven even now. പ്രിയ ദൈവ പൈതലേ, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഇപ്പോഴും മുഴങ്ങുന്നു. India is perishing. Kerala is perishing. Trivandrum is perishing. And who will go for us? ഇന്ത്യ നശിക്കുന്നു, കേരളം നശിക്കുന്നു, തിരുവനന്തപുരം നശിക്കുന്നു. ആർ നമുക്കായി പോകും? Very little time left. അല്പസമയമേ ശേഷിപ്പുള്ളൂ. Will you go? Will you say, Here, Lord, am I prepared to do thy will? യഹോവേ, അടിയനേക്കണമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് നീ പറയുമോ? What is there in this world? What pleasure are you receiving in this world? ഈ ലോകത്തിൽ എന്താണുള്ളത്? ഈ ലോകത്തിൽ അനുഭവിക്കുന്ന സന്തോഷം എന്ത്? Parents know how much pleasure you are enjoying with money and other things. മാതാപിതാക്കൾക്ക് അറിയാം ഈ പണവുമായി നിങ്ങൾ ആസ്വദിക്കുന്ന സന്തോഷം എത്രമാത്രമുണ്ടെന്ന്. Praise be to God. ദൈവത്തിന് സ്തോത്രം. These days during this convention, God will anoint you afresh. ഈ നാളുകളിൽ കൺവെൻഷൻ ദിനങ്ങളിൽ ദൈവം നിനക്ക് ഒരു പുതിയ അഭിഷേകം നൽകും. I don't say that all are meant for Zion. എല്ലാവരും സിയോനുള്ളവരാണെന്ന് ഞാൻ പറയുന്നില്ല. But at the same time, there are young boys and girls who are meant for Zion. എന്നാൽ സിയോന് വേണ്ടിയുള്ള യുവാക്കൾ യുവതികൾ ഇവിടെയുണ്ട്. Some people say, these TPM people, they are against marriage. ചിലർ പറയും ഈ ആളുകൾ വിവാഹത്തിനെതിരാണെന്ന്. No, we are not against marriage. ഇല്ല, ഞങ്ങൾ വിവാഹത്തിനെതിരല്ല. We solemnize marriages. ഞങ്ങൾ എത്രയോ കല്യാണം നടത്തി കൊടുക്കുന്നു. All are not meant for marriage also, you must understand. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാവരും കല്യാണം കഴിക്കേണ്ടവരുമല്ല. All cannot come to Zion, it is true. എല്ലാവർക്കും സിയോന് വരുവാനും സാധ്യമല്ല. You must have a fresh anointing for that. നിനക്ക് അതിനുവേണ്ടി ഒരു പുതിയ അഭിഷേകം വേണം. You must have a calling for that. നിനക്ക് അതിനായി ഒരു വിളി വേണം. You must be able to sacrifice so many things for that. നീ അതിനായി അനേക കാര്യങ്ങളെ ത്യാഗം ചെയ്യണം. You cannot live with your papa and mama any longer.
മാതാപിതാക്കളോട് നിന്റെ മറ്റുള്ളവരോട് ചേർന്ന് ജീവിക്കുവാൻ സാധ്യമല്ല. When that anointing comes upon you, ആ അഭിഷേകം വരുമ്പോൾ so that separates you from all earthly things, you must understand. അത് നിന്നെ ഭൗമിക കെട്ടുപാടുകളിൽ നിന്നെല്ലാം വേർപെടുത്തുമെന്ന് മനസ്സിലാക്കുക. Even tonight, God is speaking to many of you. രാത്രിയിൽ നിങ്ങളിൽ പലരോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. Hardly anybody is coming from Kerala for the ministry these days. ഈ നാളുകളിൽ കേരളത്തിൽ നിന്ന് സുവിശേഷ വേലയ്ക്ക് വരുന്നവർ ചുരുക്കമാണല്ലോ. But as I mentioned earlier, according to Pastor S.B. Ernest, എന്നാൽ പാസ്റ്റർ എസ് ബി എൻസ്റ്റാലിന്റെ വാക്കുകൾ പ്രകാരം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, the last revival will be the revival of Zion. അന്തിമ ഉണർവ് സിയോന്റെ ഉണർവുണ്ടാകട്ടെ. No papa, no mama, no relative will be able to stop you. മാതാപിതാക്കൾക്ക് ചാർച്ചക്കാർക്ക് നിന്നെ തടഞ്ഞു നിർത്തുവാൻ സാധ്യമല്ല. So these are the last days. You have got few more days left. We don't know how many more days. ഇത് അവസാന കാലമാണ്, ചില നാളുകളേ ഉള്ളൂ. നിന്റെ മുൻപിൽ ശേഷിക്കുന്ന ദിനം എത്രയെന്ന് നിനക്കറിഞ്ഞുകൂടാ. What are you going to do with your education? What are you going to do with your life? നിന്റെ പഠിപ്പ്, നിന്റെ ജീവിതം കൊണ്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു? As far as the parents are concerned, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം what are you going to do with your children? നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യിക്കുവാൻ പോകുന്നു? Do you want them to be great in the sight of God, or do you want them to be great in this world? അവരെ ദൈവത്തിന്റെ മുൻപാകെ വലിയവരാക്കുമോ അല്ലെങ്കിൽ ലോകത്തിൽ വലിയവരാക്കുമോ? What should be your desire? എന്തായിരിക്കും നിങ്ങളുടെ ആഗ്രഹം? Lord, I should have come for the ministry. I did not get a chance. Let at least my children go. കർത്താവേ, എനിക്ക് ശുശ്രൂഷയ്ക്ക് വരുവാൻ ആഗ്രഹമുണ്ടായിരുന്നു, എനിക്ക് സാധിച്ചില്ല, എന്റെ മക്കളെങ്കിലും പോയിക്കൊള്ളട്ടെ. Yes, this ministry is not easy. We don't say that it is easy. ഇത് വളരെ എളുപ്പമുള്ള ഒരു ശുശ്രൂഷയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. It is not a bed full of roses. ഇത് മലർശയ്യയാണെന്നും പറയുന്നില്ല. But at the same time, it is a difficult ministry indeed. അതേസമയം ഇത് വളരെ പ്രയാസമുള്ള ഒരു ശുശ്രൂഷ തന്നെയാണ്. But the word of God says the things which are impossible for man are possible with God. എന്നാൽ തിരുവചനം പറയുന്നുവല്ലോ, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യം. This life is not possible for man. ഇത് മനുഷ്യന് അസാധ്യമായ ജീവിതം തന്നെയാണ്. But when the power of God comes upon you, when the rays of Zion strike against you, എന്നാൽ ദൈവശക്തി നിന്റെ മേൽ വരുമ്പോൾ, സിയോന്റെ കിരണങ്ങൾ നിന്റെ മേൽ വീശുമ്പോൾ, don't say, my child is not for that. എന്റെ വൈതൽ അതിനുള്ളതല്ല എന്ന് പറയേണ്ട. My child doesn't have a capacity for that. എന്റെ കുഞ്ഞിന് അതിനുള്ള പ്രാപ്തി ഇല്ലെന്നും പറയേണ്ട. My child doesn't have the health for that. എന്റെ കുഞ്ഞിന് അതിനുള്ള ആരോഗ്യമില്ലെന്നും പറയേണ്ട. Don't say, my child doesn't have the grace for that. എന്റെ വൈതൽ അതിനുള്ള കൃപയില്ലെന്നും പറയേണ്ട. When the anointing comes upon that child, അഭിഷേകം ആ കുട്ടിയുടെ മേൽ വരുമ്പോൾ everything is going to be transformed. എല്ലാത്തിനും ഒരു മാറ്റമുണ്ടാകും. As I mentioned earlier, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ Jesus himself has said, the things which are impossible for man are possible with God. യേശു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യം. Parents, dedicate your children to serve God. മാതാപിതാക്കളെ കർത്തൃസേവയ്ക്കായി മക്കളെ സമർപ്പിക്കുക. Lord, if it is thy will, so you should call them for the Lord's work. കർത്താവേ, അങ്ങയ്ക്ക് ഹിതമാണെങ്കിൽ അങ്ങയുടെ സേവയ്ക്കായി അവരെ വിളിക്കണമേ. I'll finish my message within 5 minutes. 5 മിനിറ്റുകളിൽ ഞാൻ എന്റെ ദൂത് അവസാനിപ്പിക്കും. This is so I came across a interesting story. ഒരു രസകരമായ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. It is something serious. It's not. So then there was a mother, praying mother. ഒരു പ്രാർത്ഥിക്കുന്നതായ ഒരു മാതാവ് ഉണ്ടായിരുന്നു. So those were the days when Americans would send missionaries to Africa. അമേരിക്കക്കാർ ആഫ്രിക്കയിലേക്ക് മിഷണറിമാരെ അയക്കുമായിരുന്നു. Those were the days of cannibalism. അന്ന് നരഭോജികളൊക്കെ ഉണ്ടായിരുന്നു. They would take hold of them and eat them up. ഇവരെ പിടികൂടിക്കൊണ്ടുപോയി തിന്നുകളയും. A mother, she was a widow, and then she had 7 sons. ഒരു വിധവയായ ഒരു മാതാവ് ഉണ്ടായിരുന്നു, 7 ആൺമക്കൾ ഉണ്ടായിരുന്നു. First son was sent to Africa. ഒന്നാമത്തെ മകൻ ആഫ്രിക്കയിലേക്ക് പോയി. He preached the gospel there. താൻ അവിടെ സുവിശേഷം പ്രസംഗിച്ചു. Cannibals finished him off. നരഭോജികൾ അവന്റെ കഥ കഴിച്ചു. Then the second son was sent. രണ്ടാമത്തെ മകനെ അയച്ചു. He did not return. അവനും തിരിച്ചു വന്നില്ല. Third son. മൂന്നാമത്തവൻ. Fourth son. നാലാമത്തവൻ. Fifth son. അഞ്ചാമത്തവൻ. And sixth son also. ആറാമത്തവനും പോയി. Only one son remained. ഇനി ഒരുവനേ ഉള്ളൂ. None of them returned. പോയവരാരും തിരിച്ചു വന്നില്ല. And so many others dissuaded the mother and said, don't you, after all, you have got only one son to take care of you in your old age. മറ്റുള്ളവർ വന്ന് പറഞ്ഞു, ഇവൻ മാത്രമല്ലേ ഉള്ളൂ വയസ്സുകാലത്ത് നിന്നെ നോക്കുവാൻ, അതുകൊണ്ട് അവനെ പറഞ്ഞു വിടരുത്. You know what was the reply given by that praying mother, virtuous mother? ആ പ്രാർത്ഥിക്കുന്നതായ ആ ഗുണശാലിയായ മാതാവിന്റെ മറുപടി എന്തായിരുന്നു? You know, that is the reason why God is blessing America even these days, in spite of sin being rampant. പാപം ഇത്രത്തോളം പെരുകിയിട്ടും ദൈവം അമേരിക്കയെ അനുഗ്രഹിക്കുന്നതിന്റേതായ ഒരു കാരണവും ഇത് തന്നെയാണ്. America has sent 99% of the missionaries which were sent throughout the world are from America.
വെളിലോകത്തിലെ അയക്കപ്പെട്ടതായ മിഷണറിമാരിൽ 99% അമേരിക്കയിൽ നിന്നുള്ളവരായിരുന്നു. Money is spent, 99% of the money which is spent for the missionary work goes from America. മിഷണറി പ്രവർത്തനത്തിനുള്ളതായ പണത്തിന്റെ 99% അമേരിക്കയിൽ നിന്ന് പോകുന്നതാണ്. You know what was the reply of that beloved mother? എന്നാൽ ഈ പ്രിയ മാതാവിന്റെ മറുപടി എന്തായിരുന്നു? Not only these 7 sons, had God given me 7 more sons also, I would have willingly given them for the Lord's work. ഈ 7 ആൺമക്കളെ മാത്രമല്ല, കർത്താവിനെയും എനിക്ക് 7 ആൺമക്കളെ കൂടെ തന്നിരുന്നുവെങ്കിൽ അവരെയും ഞാൻ കർത്തവ്യവേലയ്ക്കായി പറഞ്ഞുവിടുമായിരുന്നു. What a wonderful testimony, what a wonderful testimony. നോക്കുക, എത്ര വിസ്മയകരമായൊരു സാക്ഷ്യം. So therefore, today you decide what will you do, what you will be doing with your life and with your children's. ആകയാൽ ഇന്ന് നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങളുടെ ജീവിതത്തെ ഉപയോഗിച്ച്, മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. And finally, when we shall we come back to Psalms 50 verse 5. ഒടുവിൽ 50-ാമത്തെ സങ്കീർത്തനം 5-ാം വാക്യത്തിലേക്ക് മടങ്ങി വരാം. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. Gather my saints together unto me, those that have made a covenant with me by sacrifice. This covenant is with sacrifice. All covenants are with sacrifice, it is true. എല്ലാ യാഗങ്ങളും എല്ലാ നിയമങ്ങളും യാഗം കഴിച്ചാണ്. എന്നാൽ ഈ നിയമവും യാഗം കഴിച്ചുള്ളതാണ്. Sacrifice shows suffering, you must understand. ആകയാൽ യാഗം എന്നാൽ അതിൽ കഷ്ടതകൾ ഉണ്ട് എന്ന് A മനസ്സിലാക്കാം. child of God, after obeying the Lord in the waters of baptism, ഒരു ദൈവപൈതൽ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ച് അനുസരിച്ച ശേഷം, after receiving the baptism of the Holy Spirit, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ശേഷം you should come in the fellowship of the saints. വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ വരണം. And you should remain here and be perfected through their ministry and through their gospel. നിങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നുകൊണ്ട് ഈ തേജസ്സിന്റെ സുവിശേഷത്താൽ നിങ്ങൾ പൂർണ്ണരാക്കപ്പെടണം. So then you should be faithful in the consecration that you have made. നിങ്ങൾ ചെയ്തതായ പ്രതിഷ്ഠയിൽ നിങ്ങൾ വിശ്വസ്തരാകണം. You will hear more of that in the coming days. ഇതിനെക്കുറിച്ച് വരും നാളുകളിൽ അധികമായി കേൾക്കാം. Very soon you will hear the voice of the trumpet. എത്രയും പെട്ടെന്ന് കാഹളനാദം കേൾക്കും. Gather unto me the saints who have made a covenant through sacrifice. യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. Very soon Jesus is coming soon. എത്രയും വേഗത്തിൽ യേശു വരുന്നു. God has given us this convention. We don't know whether we'll have one more convention. ദൈവം നമുക്ക് ഈ കൺവെൻഷൻ തന്നു. എന്നാൽ ഇനിയൊരു കൺവെൻഷൻ ഉണ്ടോ എന്നറിയില്ല. Will you be seen in that group? ഈ കൂട്ടത്തിൽ നിങ്ങൾ കാണപ്പെടുമോ? God has given us these opportunities that we may examine ourselves and then draw closer to God. നമ്മെ തന്നെ ആരാഞ്ഞു പരിശോധിച്ച് ദൈവത്തോട് കൂടുതൽ എടുക്കുവാൻ ദൈവം നമുക്ക് ഈ അവസരം തന്നു. Why do we hold conventions? എന്തുകൊണ്ടാണ് ഈ കൺവെൻഷനുകളെല്ലാം? First of all, that heathen may know about the gospel. ഒന്നാമതായി ജാതികൾ സുവിശേഷം അറിയണം. The second thing is that children of God may know as to where they stand and they should be perfected and prepare themselves for their coming of the Lord. ദൈവമക്കൾ തങ്ങൾ എവിടെ ആയിരുന്നുകൊണ്ട് തങ്ങളെ തന്നെ ഉറപ്പിച്ച് കർത്താവിന്റെ വരവിനായി എങ്ങനെ ഒരുങ്ങണമെന്ന് മനസ്സിലാക്കുവാൻ. May God help us through these verses. God bless you. ഈ വാക്കുകളിലൂടെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.